എന്റെ വേളാങ്കണ്ണി മാതാവേ, ഈ പണപ്പെട്ടി നന്നായിട്ട് നടക്കണേ, കാര്യമായിട്ട് അനുഗ്രഹിക്കണേ. മുതലാളി മുതലാളി ഇന്നും യാ കാണുന്നില്ല. ഈ എടുത്തുകൊണ്ട് പോകുന്ന അലവലാതിയൊക്കെ കയ്യും കാലും പിടിച്ച് എന്റെ അടുത്ത് വരും. പലിശക്ക് പണവും ചോദിച്ചു. അറക്കണ പലിശയല്ലേ മുതലാളി? അറക്കൽ ഫൈനാൻസിന് പകരം അറക്കൽ ഫൈനാൻസ് മതി. പോയി ശരിയാക്കണം. നമസ്കാരം. എന്താടോ, പണ്ടോ ആധാരോ? ഞാൻ താമരാക്ഷൻ പിള്ളയുടെ കാര്യത്തിന് വന്നതാ. വാ വാ. താമരാക്ഷൻ പിള്ളി പറമ്പ് തെറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം. താമരാക്ഷൻ പിള്ളയെ പീസ് പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കണ്ടോട്ടെ. അതെ, ഇനി ഇതിന്റെ ഓണർ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാമെന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രതീക്ഷിച്ചിട്ട് മുകളിൽ താമസിക്കും ഒരാഴ്ച ആയിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ. സുന്ദരൻ. കളിയാക്കണ്ട. ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ഖിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് അല്ല നാക്കിലേക്ക് തള്ളു. ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? പോടോ. എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അതിൽ തുടരുത്. എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്തൊന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും സുന്ദര വിടറാ. അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തു. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30-ാം തീയതി. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തിട്ട് പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അയ്യോ, അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെന്റെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കറണ്ട് ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ? അവൻ ഇവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് ചെയ്യുന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്തേ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ലാവുന്ന്. സുന്ദര, വേണം വെക്കണേടാ കടത്ത്. അത് മിസ്സായി. നിക്കാനേ പറഞ്ഞു. സിഗല്ലായി. പോയി. വണ്ടി എടുക്കടോ. ഇങ്ങോട്ട് എടുക്കടോ. ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? വണ്ടി എടുത്ത് മാറ്റോ. എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. വണ്ടി പിന്നെ ന്യൂട്രലില കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട്
ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്. സാറ് വല്ലാതെ കറുത്തു. വാ സാർ അകത്തേക്ക്. ഈശ്വര വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താണ് തമാശ കളിക്കണം? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീയല്ലടാ? സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, ആ നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റടാ തെണ്ടി. ഇനി മാറി കാലെ കൊണ്ടതാ. കൊല്ലും ഞാൻ. കാറിന്റെ അകത്ത് കയറല്ലേ നീ? അയ്യോ, അത് വിട്ടോ. എലി. വൃത്തിയിലാണ് ചാവമേ. നിക്കവിടെ. എന്താണ് എലി. എലിയല്ലടാ, പുലിയ. ഓടരുത്. നിക്കാനാ പറഞ്ഞത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വക വരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുവേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ വെച്ച് എലിയെ കൊല്ലാൻ പാടുന്ന നിയമമുണ്ടോ? ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാം അല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ CI വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി നിൽപ്പുണ്ട്. ഇങ്ങെടുത്താ. വണ്ടി മാറ്റണം. ഓ കിട്ടി സാർ, കിട്ടി. ആരുടെ അവൻ? ഇതാണ് സുന്ദരൻ. ഇവനെയാണോ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കണം. ഓ സാർ, അയ്യോ, വണ്ടി ഞാൻ എടുത്തോളാം സാർ. ആരുടെ പുറകിൽ അടിച്ചത്? ആരടാ? അയ്യോ, ഓ നീയാണല്ലേ? ഒന്ന് പിടിക്ക്. എന്താണ് ഇത്? ഡോറ. അയ്യോ, കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താണ് വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില്. അയ്യോ, വണ്ടി എടുക്കണ. ഒന്ന് മാറണോ? എന്താടാ? വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ. വേഗം ചെല്ലടാ. സാറേ, അവൻ പറ്റിക്കും. തള്ളൂല. ഒന്ന് പോയി നോക്കൂ. സാറേ, ഒന്ന് കൈവെക്കാം. പിന്നെന്താ? മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമോ എന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. നിന്റെ അപ്പനോട് പറയടാ. ഉണ്ണി, ഞാനും വേണി പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി, പിന്നെ നിർത്തിയാ എടുത്തോണ്ട് പോണാ. അയ്യോ, ഒന്നെലുങ്കി പോയി. ഉണ്ണിയടാ, വണ്ടി നിർത്തടാ. ഞാൻ പുറത്താണ്ടാ. കാണിച്ചുതരാടാ. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. ഹലോ എവരിബഡി, നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലെങ്കിലും ബസ്സിൽ ഇടം കണ്ടെത്താം എന്ന് തെളിയിച്ച മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, യു ആർ വെൽക്കം. സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എയർനെറ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? ഹലോ ചെക്ക്. ഹലോ. അതൊക്കെ കഴിഞ്ഞു. നമസ്കാരം. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനാണ് ഇതിന്റെ ഈ വണ്ടിയുടെ മുതലാളി. പോയെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം. ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും. മനസ്സിലായില്ല? ഒരു ക്ലൂ തരാം. തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ. ഓ, ആന. ആനയല്ല, എന്റെ അച്ഛനാ. ചെണ്ട വിദ്വാൻ ഇരിങ്ങാലക്കുട താമരാക്ഷൻ പിള്ള. അദ്ദേഹം 1998 ഡിസംബറിലെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? തൃപ്രയാർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ്.
അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിൽ വന്ന് ഇടിച്ചത്. ആരാ ഈ ക്രിസ്റ്റഫർ? ചാവക്കാട് പറവൂർ റൂട്ടിലോടുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ. അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ. അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിയിരുന്ന ഞാനാണേ. അതുകൊണ്ട് പഠിത്തം ബ്ലോക്കായി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഏതൊരു പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി ഫെയിൽഡാ. എഴുതിരുന്ന് ജയിച്ചനെ. കൃത്യം 89-ാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന ഈ കൈ കിടന്ന അച്ഛൻ മരിച്ചു. ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പിൽ വന്നു. കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു, വണ്ടിയാണെങ്കിൽ ഒരു അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത്. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. കിട്ടിയ വണ്ടി നേരെ ഓടാൻ വേണ്ടിയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 സെന്റ് 85 ലിങ്സ് പുരയിടോ, ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു. പിന്നീട് കിടക്കാൻ ഒരു സ്ഥലമില്ലാതായപ്പോഴാണ് എന്തുകൊണ്ട് വണ്ടി തന്നെ ഒരു വീടാക്കി കൂടാ എന്നൊരു ചിന്ത ഉണ്ടായത്. അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടിക്ക് ഇട്ടിരിക്കുന്നത്. ഇതാരാ? അച്ഛന്റെ അകന്നൊരു ബന്ധുവാ. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാ. വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. അതെ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടോണ്ട് പിന്നെ ജീവിക്കാലോ. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി? ജോലി ഇതിനിങ്ങനെ മെച്ചെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് വരുമാനത്തെ കുറിച്ചാണ്. ജീവിക്കാൻ കാശ് വേണമല്ലോ. ബസ്സിന് ഡീസൽ അടിക്കണം, അതുപോലെ പിന്നെ ഇതിനധികം ഡീസലൊന്നും അടിക്കണ്ട. പാതി മുക്കാലും മാൻ പവറിലാ ഓടുന്നത്. മാൻ പവറിലോ? ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻ പവർ ബ്ലോക്ക് ആക്കി. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത്യാവശ്യം ഓടുന്ന ബസ്സാണല്ലോ ഇത്. അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല. നന്നായിട്ട് ഓടും. നല്ല പുള്ളിങ്ങുള്ള എഞ്ചിനാ. പിന്നെ പുള്ളിക്ക് ബാക്കിലേക്ക് പോയി. നീ ബസ്സിന്റെ ബാക്കിലേക്ക് ബാക്കിൽ സദ്യ നടക്കണ്ട. ഞാനും കൂടി പെടട്ടടാ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ. ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2000 ജൂൺ മാസം 1-ാം തീയതിയാണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത് ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാട് ആമ്പല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 112 ലോട്ടിൽ വരും. എന്നത്തേക്കാ? മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിനെ ഒരു ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാനങ്ങ് ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 രൂപ വാങ്ങുന്നുണ്ട്. എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ, 2500 രൂപ കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ബിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്. ഒറ്റ വണ്ടിയുള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാൻ. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ. അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട കളിയില്ലേ സുന്ദര. ചവിട്ടി നോക്കാം. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചാന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാലാ? അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ചെലവ് ഒരുപാടാവും അല്ലേ? എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ലേ, അതുപോലെ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കന്റെ അച്ചോ. എന്താ ഇത്? വണ്ടി. ഈ കാടും പണ്ടൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. ഇങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല. അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ. കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിന് തന്നെ പോണ്ട കാര്യം എന്താ? നല്ല ആക്ഷിയേ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ഇഡലിയും ചായയും. ഇഡലി ചായ ഓൺ ദ വേല നിർത്തിയെടുത്ത് മേടിച്ചേരാ. എല്ലാവരും കേറിക്കോളൂ. കല്യാണ ചെക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. സുന്ദര, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ,
അയ്യോ എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും ആമ തുണി മാറട്ടെ പൊയ്ക്ക അല്ലല്ല അതെ ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാണ്? ഞങ്ങളല്ലല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. സുന്ദര അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. പണ്ടാറ് ഇരുമ്പോണ്ടുണ്ടാക്കി. പിന്നെയും പെറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലെങ്കിൽ ഇടലി. പെട്ടെന്ന് ഉടുപ്പിക്കേ, അതോട് മാറ്റി ഉടുപ്പിച്ചു. ആഹാ മുടുക്കനായിപ്പ. സൂക്ഷിച്ച് ഇതേതാ ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയാണ്. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണ ചെക്കൻ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. ഓ പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം കളാതെ അകത്തേക്ക് കയറാം. സമയമൊന്നും ആയിട്ടില്ല. രാഹുകാലം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്തോന്ന് രാഘുവാനം? ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ലേ. അല്ല നമുക്കൊക്കെ പിള്ളേരില്ലെന്ന് ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കുക. കേറിയവരൊക്കെ അവിടെ ഇരിക്കും. രാഹുകാലം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിന് ഒരു രാഹുകാലം കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല, ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നേ. അല്ല മണവാളം കേറില്ലേ? എടോ, ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കി, എന്നിട്ട് ഞാൻ കേറാം. അല്ല വണ്ടി തിരിക്കാം, അവിടെ നിന്ന് മാറിയിക്ക്. എടോ താൻ വണ്ടി എടുക്കടോ. വണ്ടി എടുക്കാം അവിടെ. എടോ വണ്ടി എടുക്കാൻ. എന്റെ അമ്മോ റൈറ്റ്. 10 മണിക്കായിരുന്നു മുഹൂർത്തം. ഞങ്ങളിവിടെ എത്തിയപ്പോ 3 മണിയായി. അപ്പൊ കല്യാണം മുടങ്ങിയൊന്നുമില്ല. പെണ്ണിന്റെ പഴയ കാമുവിനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ താലിയിട്ടിച്ച് സംഭവം മംഗളകരമാക്കി. തിരിച്ചു വരുമ്പോ ബ്രേക്കിൽ കാലി വെക്കേണ്ടി വന്നില്ല. വണ്ടിക്ക് നല്ല പുള്ളിങ് ആയിരുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഐ മീൻ ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ? നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല. അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. വണ്ടർഫുൾ ഐഡിയ. അല്ല, എന്നാണ് ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റിന് ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാനാവുക? താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ കൈമൾ സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ നേരിട്ടുണ്ട്. കൈമൾ സാറെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അതെ, ഹനുമാനെ പോലെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഡ്രീം പ്രോജക്ട് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിൽ ഒരു സംസാര വിഷയമായിരിക്കുകയാണല്ലോ. അതിനെ കുറിച്ച് എന്തെങ്കിലും? എവിടെ ഞങ്ങളുടെ ഈ ബസ് ഉണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസുകാരാണ്. കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനെന്ന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കിയോ ഉണ്ട്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ, പെരുങ്കള്ളൻ. എന്റെ കൈ കിട്ടില്ല. സോറി. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകിതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ.
എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വെറും കുറിപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. വീരപ്പൻ കുറിപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവൂ. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെയൊക്കെ ഒരു ധാരണ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കെട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി മിസ്റ്റർ നോ ഉണ്ണികൃഷ്ണൻ. സോറി, ഞാൻ സമ്മതിക്കില്ല. അല്ല, ഏയ്, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ദി ടൈം ഈസ് ഓവർ. ഐ ആം സോറി. കഴിഞ്ഞു? ഓ കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അയ്യോ, ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. അല്ല, എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം ടിവിയിൽ വരുമോ? ടിവിയിൽ വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്? കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ശരിയാ. അയ്യോ കാലൻ, 100 ആയുസ. സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാകത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്കിടാനാണ് ഞാൻ വന്നത്. എന്താ സാർ? മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു അല്ലടാ? കോൺസ്റ്റബിൾ, മണ്ണെണ്ണ കൊടുക്ക്. അത് വെള്ളം തൊട്ട് തുടച്ചാലും പോകും സാർ. തീപ്പെട്ടി കൊടുക്ക്. കൂമ്പിനിട്ടിടിക്ക്. എന്തിടിയാണോ നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞു. നീ എന്താടാ പറഞ്ഞത്? MG റോഡിൽ കുനിച്ചു നിർത്തിയിട്ട്? ഓഹോ, അത് എക്സ്ക്യൂസ് മീ, ഈ MG റോഡ് എന്നുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈക്കോടതി ജംഗ്ഷനിൽ കുഴപ്പമൊന്നുമില്ല. ആ, കുനിച്ചിരുത്തി കൂമ്പിലിട്ടിടിച്ചിട്ട് പിന്നെന്താടാ പറഞ്ഞത്? പൊന്നു സാറാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. കുനിച്ചിരുത്ത് കൂമ്പിനടിച്ചിട്ട് ബാക്കിൽ മണ്ണെണ്ണ വെച്ചിട്ട് തിരി എവിടെ ഇടൂന്ന് പറഞ്ഞു. അത് ഞാൻ മറന്നുപോയി. എവിടെ ഇടുന്ന് പറഞ്ഞത്? വയലിൽ ഓർമ്മയുണ്ട്. കത്തിക്കടാ, ഒഴിച്ച് കത്തിക്കടാ. നീ എന്താണ് താളം പിടിച്ച് കളിക്കേ? അത് അവന്റെ കൈ വരച്ചട്ടാ. പോലീസ് എന്ന് പറഞ്ഞ അവന് പണ്ടേ പേടിയാ. അപ്പൊ നിനക്കോ? എനിക്ക് ജനിച്ചപ്പോഴേ പേടിയാ. ആ, കത്തിക്കടാ. എന്റെ സാറേ, ഞാൻ കാല് പിടിക്കാം. അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ, പ്ലീസ്. ടിവിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് RTO എന്നെ വിളിച്ചത്. ലൈവ് ഷോ ആയിരുന്നു. RTO? ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ, രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക. പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ, മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് ഈ പാട്ടത്തകരോടത്തോട് സ്ഥലം വിട്ടോളാം. രക്ഷപ്പെട്ടു. വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്നാ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഏയ്, ഞാനില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി, ചോദ്യങ്ങളായി, ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറിലേ ഉണ്ടാവുള്ളൂ. പെരുമാറില്. എന്താടാ? പേഴ്സ് ഞാൻ നിന്റെ തന്ന. എന്റെ കയ്യില് പേഴ്സാ? നീയാ? പേഴ്സ് കാണുന്നില്ല. തമാശ കളിക്കല്ലേ? അമ്മച്ചിയാണ് തമാശ കളിച്ചല്ല, പേഴ്സ് കാണുന്നില്ല. അതിനൊരു വഴിയുണ്ട്. ഇങ്ങനെ വന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരി. നമ്മുടെ വണ്ടി. എന്റെ വണ്ടി? ആ, നിന്റെ വണ്ടിയിൽ. എന്റെ അമ്മോ, നിന്റെ വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ, ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി. 1 പവനോളം തൂക്കം ഉറപ്പായിട്ടുണ്ട്. അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം. വിൽക്കണ്ട, പണയം വെച്ചാ മതി. 2000 കുറയാതെ കിട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണാക്കി കളഞ്ഞ. 2 കഷ്ണാക്കി 1000 വെച്ചല്ലേ കിട്ടുള്ളൂ. പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെയും വേണ്ടേ? നിന്നെ കഷ്ണാക്കുന്ന പറഞ്ഞേ. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക. പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വിൽക്കില്ല. അത് മാത്രമല്ല, ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ. അതിന്ന് ഒരു തുരുമ്പി തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല. എന്താ പറ്റി പറഞ്ഞേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ടൊരു കുഴി കുഴിച്ച് മൂടിയിട്ട് ആ ബസ് എടുത്ത് എന്റെ മുകളിൽ വെക്ക്. ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിയിലെ എന്റെ കൈ കിട്ടിയ കൈ ആള് മാറി അടിച്ചു പോയി. സോറി. എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാരിടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ.
അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. Shut up! എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ എന്നെ തന്നെ തല്ലി. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങളെ നിരപരാധികളായിട്ട് കാണും. ഒരു കോഴിമുട്ടക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1.37. അതുപോലത്തെ 152 മുട്ടയാണ് ഇവന്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമിയൊലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? അതെല്ലാം പോട്ടെ. ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാർ അടിച്ച് തകർത്തു. അതിനെന്താ പരിഹാരം? ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കാണ്. അത് സാറ് കൊണ്ടുപോയി വേണമെങ്കിൽ ഫുൾ ടൈം വിളക്ക് വെച്ചല്ലേ? ഈ ഫയലൊന്ന് നോക്കേ. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ സാറേ. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട. എനിക്ക് ആരായാലും അടിച്ചാ മതി. എഴുതിക്കോ, ഒപ്പിട്ടോ. മാത്രം ഇട്ടാ മതി. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുമായിരുന്നു. ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം. വേറെ ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാ. സാറും കൂടി കൈമലർത്തിയാല്. കൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് വിടാം. 3 വർഷം ജയിലഴിയെണ്ണാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഏതായാലും വണ്ടി ഞാൻ വിടില്ല. ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും. വയ്ക്കോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വളരെ നന്ദിയുണ്ട് സാർ. ശരി, വാ പോവാം. ഡ്രസ് ചോദിക്കണ്ടേ? എന്താടാ ഇന്ന് പരിങ്ങണേ? അത് പിന്നെ ന്യൂഡാ. കൂടാ ഊടല്ല, ഷർട്ടും മുണ്ടും. ഷർട്ടുമുണ്ട്. അല്ല, ഇത് എടുത്തോണ്ട് ഞങ്ങള് വെളിയിൽ പോയാല് നാട്ടുകാർ ഞങ്ങളെ ഫോറിനേഴ്സ് വിളിക്കാത്ത. ഒരു ഫോറിനേഴ്സ്. എടാ നീയൊക്കെ അമേരിക്ക പോയപ്പോൾ ഫോറിനേഴ്സ് എന്ന് വിളിക്കണ്ട. ആ ഷർട്ടുമുണ്ട് എടുത്തോർത്തെ. അതൊക്കെ പോട്ടെ. ഇന്ന് ബാങ്കിൽ ചെന്നാൽ ലോണിന്റെ ആദ്യ കേട് തരാമെന്ന് കൈമൾ സാറ് പറഞ്ഞതല്ലേ? ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലോ? വണ്ടി കാണുന്ന പറഞ്ഞ എന്ത് ചെയ്യും? വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത്? സാറിന് കാണണോന്ന് പറഞ്ഞ്. ഓ, അത് സാരമില്ല. ഇന്നലെ എന്റെ ഭാര്യ കണ്ടു. എപ്പോ? എവിടെ വെച്ച്? എന്റെ വീട്ടിൽ വെച്ച്, TV ഇന്റർവ്യൂല്. ഭാഗ്യം. അവളെ അറിയോ? എവളെ? എന്റെ ഭാര്യയെ. അവളുടെ പേര് ഭാഗ്യം എന്നാണ്. ഓ, ഭാഗ്യം. ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട്. വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം. ഒരു കൊട്ട ആപ്പിളും പരിപ്പോടെ ഒക്കെ അങ്ങോട്ട് പറയാം. പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് GM വിളിച്ചിരുന്നു. ഇന്റർവ്യൂല് ബാങ്കിന്റെ പേരെടുത്ത് പറഞ്ഞത് പുള്ളിക്കാരൻ വലിയ സന്തോഷായി. അല്ല, ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ ഇപ്പൊ? വണ്ടിയുടെ ആൾട്രേഷൻ പണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുകൊണ്ട് RC ബുക്ക് എടുത്തിട്ടില്ല. ഓഹോ, വണ്ടിയുടെ പണിയെന്ന് കഴിയും? എപ്പോഴേ കഴിഞ്ഞു? കൂടിപ്പോയാ 3 ദിവസം. പണി കഴിഞ്ഞാൽ ഉടനെ വണ്ടി എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. അപ്പൊ RC ബുക്ക് കൊണ്ടുവരണം. അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു 40% തരും. ഹലോ സുധാര, മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിലുള്ള ആദ്യ ഗഡു ഒരു 20,000 റുപ്പീസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ? ചെല്ലു, സുധാരണ ഉണ്ടാ മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോറി. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ നിനക്ക് തിരിച്ചടിക്കണമെന്നുണ്ടാ? ഇടിയടാ. ഞങ്ങള് ബുക്കും പേപ്പറുമായിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരോടാ? അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പറുമായിട്ട് വന്നാണ് സാർ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ? എല്ലാം റെഡിയായിന്ന് വെച്ച് തോന്നിവാസനാണ് പാവം. ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഒക്കെ ഇന്നത്തുണ്ട് സാർ. AC കണ്ടാ മതി. ഞാൻ പറഞ്ഞു പറ. ഓ ശരി സാർ. നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി ഇവനറിയാം. ആഹാ, എന്താ? ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? വ്യക്തമായിട്ടവർക്ക് മനസ്സിലാവണം. ഒന്ന് വിളിച്ചേ സാർ. ഒന്ന് അങ്ങോട്ട് നീങ്ങുന്നേ. അനിയനെ ഇങ്ങോട്ട് കേറിയുന്നേ. അല്ല, ഒന്ന് ഇടിച്ചിട്ട് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഞാൻ ഇടിച്ചോളാം. നീ ചോദിച്ചാ മതി വ്യക്തമായിട്ട്. ശരി. ബനാനെ? ബനാനല്ല, ഹിന്ദിയില്. എന്താടാ ഇവൻ പറഞ്ഞ? കുറച്ച് കറുത്ത നിറമുള്ള ആള് ചെയ്തു. കർത്തവനാ? അയാളുടെ പയറുമണി പോയിന്ന്. പയറുമണിയാണ് നിന്റെ അച്ഛനെയും പറിച്ചെടുക്കും. എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ? സാറിന്റെ അച്ഛനെ വിളിച്ചതാ. കൃഷ്ണേട്ടൻ കടടച്ചു പോയിന്നാ തോന്നണത്.
എന്താടാ ചങ്ങലയുടെ ശബ്ദം കേക്കണേ? വണ്ടിന്ന് എന്തെങ്കിലും ഇളകി വീണായിരിക്കും. നിന്റെ കരുനാക്ക് ഉളച്ചൊന്നും പറയാതിരിക്കോ? നീ ആ ലൈറ്റ് വന്നിട്ട്. അയ്യോ, നിന്റെ കട്ടിൽ ആരാ കിടക്കണ? ഇതെവിടെ തോന്നു കയറി? കണ്ടിട്ട് ഒരു കാബൂളി സ്റ്റൈൽ ഉണ്ട്. അപ്പൊ സംശയിക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ കണ്ട ഗ്യാങ്ങിപ്പെട്ട സാധനമായിരിക്കും. അല്ല, ഈ ബാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കണത്. കിടക്കാൻ വേറെ ഒരു ഇടവും കണ്ടില്ല. ഇന്നാള് കഴുകി വൃത്തിയാക്കിട്ട ഷീറ്റ് അത്. നീ ഒന്ന് പിടിച്ചേ. അയ്യേ, ഈ വൃത്തിയായിട്ട് സാധനത്തിൽ പിടിക്കാൻ എന്നെ കിട്ടുന്നില്ല. അതിനല്ല, പുറത്തുകൊണ്ട് വെക്കാനാണ്. ആ. നല്ല ഭാരമുണ്ട്. നീ എന്തേ കാണിക്കുന്നേ? ഞാൻ പുറത്തേക്ക് കിടക്കണ്. അത് ശരി, ഞാൻ വിരിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും. അത് പള്ളി പറഞ്ഞ മതി. ഓണായി ഓണായി ഉണർന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇത് ഏത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. പണ്ടാറടങ്ങാനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാ. സാരേ ജഹാംസെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര. ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ്. നിർത്തടാ. വാട്ട്സ് യുവർ നെയിം? ഓ, നാം പേർ പേർ. എന്റെ അമ്മോ, ഇത്രയും വലിയ പേരാ. പേര് തന്നെയാണോ പറഞ്ഞതെന്ന് ആർക്കറിയാം? പാറ്റ. പാറ്റ? പാറ്റക്കാണ് അവള് കുർസി എന്ന് പറഞ്ഞേ? കുർസി 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 ഏ സുന്ദരൻ. തെറ്റിദ്ധരിക്കണ്ട, പേരില് മാത്രമേ ഉള്ളൂ. ഏ ഉണ്ണി. ആ വണ്ടിക്ക് ധാരാളം കൂട്ടുണ്ട് ഇപ്പൊ. വെറുതെ ലൂട്ടാ ലൂട്ടാ. ബസന്തി. ഇപ്പൊ എന്റെ ബലമായ സംശയം ഇവള് സംസാരിക്കുന്ന ഗുജറാത്തിയാണോന്നാ. പണ്ട് ജാംനഗറിൽ വെച്ച് ഞാൻ മലയാളം അറിയില്ല, നീ പറ. പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരൻ എന്നോട് ഒരു വാക്ക് പറയണ്ടായി. എന്താ? ഓ മൈ ഗോഡ്. ആ കിട്ടി. ആ, കോനാര ബബ്ലൂജി. ആ, അവക്ക് മനസ്സിലാവുന്നുണ്ട്. കോനാര ബബ്ലൂജി. എടാ, അതൊക്കെ അറിയായിരുന്നടാ. എടി, രാവിലെ മുതൽ നാട്ടുകാരുടെ അടി, പോലീസുകാരുടെ അടി, ഇപ്പൊ നിന്റെ അടി. ഞാനെന്താ ചണ്ടേ? നിന്നോടൊന്നും നാക്കോട്ട് സംസാരിക്കാൻ പാടില്ല. വാടി ഇവിടെ. ഈ ഭാഗം കൊണ്ടോ. നിന്നെ ഇനി പരിസരത്ത് കണ്ടുപോകരുത്. എന്റെ സ്വഭാവം മഹാപെശക. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. നിനക്കും അറിയില്ല. ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം. നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ? ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ. എല്ലാം ഭംഗിയാക്കി തരണേ. സുന്ദര, ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങാ. ശകുനം നിക്കണ്ട. നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ. ആ വണ്ടിയുടെ അടിയിലോട്ട് കയറി നിന്നോളൂ. ഇപ്പൊ മനസ്സില്ല. അങ്ങനെ പറയരുത് സുന്ദര. നിന്നെ കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ കാളച്ചന്തയ്ക്ക് പോയപ്പോഴല്ലേ പോത്തു കുത്തിച്ചത്തത്? അതൊരിക്കലല്ലേ പറ്റുള്ളൂ. ഇനി ഇവനങ്ങനെ നേരെ കയറി വരുമോ? എന്താ ചെയ്യാ? പണ്ടാരടങ്ങാനായിട്ട് ഇനി എന്നെയും കണ്ടുപോയിട്ട് പോത്ത് കുത്തിച്ചാവണ്ട. അയ്യോ, ബാഗ് എടുത്തില്ല. ബാഗ് എടാ ഉണ്ണി, അവളുടെ ആങ്ങളായിട്ട് വന്നേക്കണ്. ഞാനടാ ഉണ്ണി. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. മിണ്ടരടാ, ഞാനടാ ഉണ്ണി. യോ, ഇതെന്ത് പറ്റി? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ല ഗ്രീസർ വെക്കരുതെന്ന്. നിന്റെ ഈ പണ്ടാർക്കല്ലേ എപ്പോഴാണ് അതിനകത്ത് കയറിയത്? ഇതിന് ഇന്നലെ ഇറക്കി വിട്ടതല്ലേ. അതിലെ ചോദിച്ചാ എപ്പോഴാ കയറിയെന്ന്. വേഗം പിടിച്ചിറക്കി വിട്ടേനെ. അത് നിനക്കും ആവാം. ഞാൻ ഇത്തരം വൃത്തിയായിട്ട് കേസൊന്നായിട്ട് ഡീൽ ചെയ്യാറില്ല. എന്നാ ഇപ്പൊ മാച്ചാണല്ലോ. ഇപ്പൊ നീ മാച്ചായല്ല. പിടിച്ചിറക്കി വിട്ടെ. ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിന് ഇവിടെ കണ്ടിട്ടുണ്ടോ? പറഞ്ഞങ്ങടെ ഇറക്കി വിട്ടേക്കണം. പറഞ്ഞിറക്കി വിട്ടേക്കണോ? മുടിഞ്ഞ പലിശയാ. 115. ബ്ലൈഡല്ല, വെട്ടുകത്തിന്ന് പറഞ്ഞാലേ കൃത്യാവൂ. എന്ത് ചെയ്യാനാ കൃഷ്ണേട്ടാ? വണ്ടിയുടെ പണി തീർത്ത് കൈമൾ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? പണിയിക്കാൻ തന്ന കാശെടുത്തല്ലേ വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറൊരു വഴിയിട്ട് തെളിഞ്ഞ് കാണുന്നുമില്ല. വാസു പിരിവിനിറങ്ങും മുമ്പ് എത്ര
ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം. തൊട്ട മുതൽ ചുടലവരെ കലവുണ്ടാങ്ങി. എന്റെ അമ്മോ, ആ പള്ളിയിറക്കം കഴിഞ്ഞാ അവൻ ഇങ്ങോട്ട് വന്ന മുമ്പേ പടിയിറങ്ങിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. ദേ സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ദേ പൊക്കോ. ആ ബുക്കാറോ ട്രെയിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ലേ വീട്? കൈവച്ച് ബുക്കാറോ എന്ന് പറഞ്ഞ ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. ചിന്നക്കുട്ടി വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച് എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയ 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 ഇഡലി ഗർഭ, ദോശ ഗർഭ, ബടാ ഗർഭ. ഇഡലി ദോശ വട ഗർഭ. എന്റെ അമ്മേ, ശ്വാസം നേരെ വീണ്. വിശക്കുന്നുണ്ടല്ലേ? ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ ഇല്ല. ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. ആ ദുഷ്ടൻ അവൻ എനിക്ക് പൈസ തന്നില്ല. പൈസ ഭാഗ്യം. പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. ദൈവമേ, എത്ര കാലമായി 50-ന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം. അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ. എന്ത് പോയ കാര്യം എന്തായിരുന്നു? RC ബുക്ക് കൊടുത്താ പൈസ തരാന്ന്. അതങ്ങോട്ട് കൊടുത്തേക്കായിരുന്നില്ലേ? അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലക്കെടുത്ത് വെക്കാനാ? രാവിലെ അലവലാതി പെണ്ണ കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളും. അമ്മേ ഇവിടെ വാടാ. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ദേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്തു തന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാരം കേട്ടോ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്? ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണമെന്ന്. നീ ഒരു 10 രൂപ കണ്ടെന്ന് കിട്ടണ ബസ്സിൽ കയറ്റി വിട്ടോളാം. എന്റെ 5 പൈസയില്ലേ? കള്ളം പറയരുത്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. നീ എന്റെ തലേ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5-ന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ. ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. എടാ എന്റെ 5-ന്റെ പൈസ ഇല്ല. എടാ എനിക്ക് വിശ്വാസമായി. എന്റെ അമ്മോ, ഇങ്ങോട്ടാ അങ്ങോട്ടല്ല. സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ അതിങ്ങനെ ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഉണ്ണിയുണ്ട്. ആ 2 ഉണ്ണിയപ്പോ ഒരു ചായ എടുക്ക്. അതിനും വേണ്ടേ? അവിടെ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി അവിടെ ഉള്ളൂ. ആരടാ അവളൊന്ന്? ഓഹോ, കച്ചവടം തുറക്കുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുടങ്ങിയല്ലടാ. സാറേ അത് ഇവന്റെ പെങ്ങളാ. രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. ഇവൻ പറയുന്നത് ശരിയാണോടി വെച്ചേ? ബാസന്തി ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി. പിന്നെ ഞാനും. ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോന്ന്? എന്താടാ അവള് പറഞ്ഞത്? സത്യത്തിൽ ഈ ഭ്രാന്തിയാണ് സാർ. കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണത്തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റുക? ഓ മൈ ഗോഡ്. നിനക്ക് ഞാനില്ല. വിഷമിക്കല്ലേ നീ? സുന്ദര വിഷമിച്ചിട്ടല്ല സാറ് ഷൂസ് ഇട്ട് ചവിട്ടികളെ എന്റെ കാലം. എത്ര വയസ്സായി? കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങടാ. കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറുമില്ല. ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ പറ്റേ. നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയി. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ പെൺവാണിപ്പാണോന്ന്? ഇനി അതും കൂടി മതി, ബാക്കി എല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ? എവിടെ നടാ 50 രൂപ?
ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്ത്. എടാ നീയല്ലേ എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്ത് നിന്റെ 5 പൈസ ഇല്ലെന്ന്. 5 പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞേ? ഇത് 50 രൂപയാ. അവളെ കൊണ്ടേ കളയടാ. പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 ആക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ. ബസ്സിൽ കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയുന്നതിന് എന്തിനാ 100 രൂപ? ബസ്സിലാ പെങ്ങാമാരെ കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഒട്ടനെ പോവുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്. എടാ ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. 50 രൂപ ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടോറിക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞേ. അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു വരും? സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലോറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. പാണ്ടിലോറി ഇടിച്ചു ചത്താലും ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. നീ അവളുടെ പാട്ടൊക്കെ എടുത്തോണ്ട് പോയേ. പോവാനുള്ള ഉദ്ദേശം ഉണ്ടോ? ഞാൻ പഠിപ്പിച്ചോടത്തൊന്നുമല്ലട്ടാ. ഇങ്ങോട്ട് വാ ചവ. എന്റെ കൈ അത് ശവത്തിന്റെ കൈ മാറിപ്പോയി. ഇങ്ങോട്ട് വാ. വൃത്തിയായിട്ടത് കുളിക്കാണ്ട് കിടക്ക. ഇനി അവനാണോ? നീയെപ്പെത്തി? ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ ഇറച്ചി? അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി ചോദിക്കും. കുത്തണില്ല. അമ്മോ നീ വല്ലതും കഴിച്ചാ? ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇതും വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ 3/4 ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ. ഗുഡ് മോർണിംഗ് സാർ. എന്താടാ പോയി. എന്താടാ ഇത്? അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. മൂത്രത്തി കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ചില്ലി? ഒരു കുപ്പി പൊട്ടിയതാ സാറേ. കുപ്പിയാ? അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിന് തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. കുരുമുളക? അല്ല, ഉപ്പിന്റെ അസുഖമുണ്ടേ. അതെ, ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? പെങ്ങളാ? നിന്റെ സിസ്റ്റർ. അവള് ഉറങ്ങിയ ആശുപത്രിയില. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. അല്ല, ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ, പെങ്ങളെന്ന് ഇവനാ തെണ്ടി. തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലാടാ ഇവളും ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവളെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായയും ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. ഇനി ഈ സ്റ്റെപ്പ് വിട്ടോളൂ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ഞാൻ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ. സാറിന് വേറെ ജോലിയില്ലേ? അല്ല, ഞങ്ങള് വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും. നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയല്ലടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വേറെ 10 രൂപയുള്ളൂ. എടുക്കണേ 90 രൂപ. ബാക്കി 92 രൂപ തിന്നു. കൊല്ലും ഞാനിന്ന് അവളെ. എടാ വേണ്ടടാ. കൊറേ ദിവസമായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്. ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാ? അമ്മേ, അമൃതാഞ്ജനുണ്ട് വേണ? കയ്യിൽ വെച്ചു, ആവശ്യം വരും. പാവം. ഇതിന്റെ എവിടെയൊക്കെയാണാവോ പഞ്ചു? നീ എന്തായി കാണിക്കണേ? കണ്ടൂടെ? ഇങ്ങനെയൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ. അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും. അവിടെ പഞ്ചർ ഉണ്ടാവും. ഒരു ഇറുക്കിൽ എടുത്തോണ്ട് കുത്തുക. പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ടാ. ബസ് മുതലോട് തർക്കുത്തരം ചവിട്ടിട്ട് പറയടാ, ബാക്കി പറയടാ. എന്താ കൃഷ്ണേട്ടാ? കൈമൾ സാർ വന്നിട്ടുണ്ട്. എവിടെ? ഈശ്വര, പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്. അത് ഇപ്പൊ എന്ത് ചെയ്യും?
തൽക്കാലം വണ്ടി അയാളുടെ കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവതാ പറഞ്ഞ അയാളെ തണുപ്പിച്ച് വിട്ടോളാം. ചെല്ല്. സുന്ദര, എന്താണത് മുൾക്കിരീടോ? ആ ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇറുക്കിൽ കുത്തി കയറ്റി വെക്കാൻ? ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് വാങ്ങാം. ഒന്നും അല്ല, ഈ കടയിലെ കാശാര് കൊടുക്കും. കടയിലോ? എന്തിന്റെ? അവിടെ നിന്ന് ഒരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇറുക്കിൽ പണ്ടാരങ്ങി കുത്തിക്കയറ്റി വെച്ചത്. ഓ, ഈ മുടിഞ്ഞവൻ കൈവച്ച കാശ ചൂലേ. ഒന്നുകൂടെ വേണോ? ഓടോ, വാടാ. എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങി നടക്കേണ്ടി വരും എന്റെ പേടി. ഇവിടെ എന്തിനുള്ള പുറപ്പാടാ? ആത്മഹത്യ ചെയ്യാനാ? മുഖം കഴുകാനല്ലേ? എടാ, അവള് ചാടി. അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. വാ. അവളെ കാണുന്നില്ലല്ലോ. ഉലുവാലാകൂ. നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരില്ല. 1 2 3. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്? അവളാകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല. ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണുവേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടി പുഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പൊ ഇവിടെ എന്റെ പെങ്ങളാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഓ, പൈസ 100 രൂപ. മനസ്സിലാകുന്ന ഭാഷ പറവച്ചേ. എത്രയാ മോനെ ഇതിന്റെ വില? 100 രൂപ. 100 രൂപയോ? അത് ഇച്ചിരി കൂടുതലല്ലേ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. മോക്കാണ് ഇത് നന്നായി ചേരുന്നത്. ആ, എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി നിക്കണേ? പാല് കുടിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കയറിയതാ. ആ, ആ ബസന്തി എങ്ങാണ്ട് വീണിട്ട് പെടലി ഇടുപ്പ് ഉളുക്കി. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുത്തു, ആവി പിടിക്കാനായി. ഇടുപ്പൊളിക്കുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ വന്ന്. നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പ് ഉളുക്കിന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാന്ന്? അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി. ചെന്നോക്ക്. കണ്ണ് കെട്ടിട്ട് എങ്ങനെ നോക്കണത്? ഇത് നീ നോക്കൊന്നും വേണ്ട. നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി. ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് ബസന്തി. അതിനകത്ത് എന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്കാം. ആസനം പൊള്ളിന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി? ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല, കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ. കുട്ടിക്ക് വേണ്ട. എന്റെ ദൈവമേ, പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത്. ആ ഒടുക്കത്തവന്റെ കെട്ട് കാരണം നോക്കാനും പറ്റണല്ല. ഞാനാ പൂനാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവൊന്നുമില്ല. കുട്ടിക്ക് വേദന ഉണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോണോ?
ഞാനും വരാ, എനിക്കും വേദന ഉണ്ട്. ഒറ്റക്ക് പോവണ്ട ബസന്തി, നല്ല വേദന ഉണ്ട്, അതാ കരയണത്. ഞാൻ വരാ കൂടെ. ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവൂല. ഒടുക്കത്തൊരു കെട്ടും എന്താണ് പോയത്. ഉണ്ണികൃഷ്ണ ചോദിക്കാനും പറഞ്ഞ ആരല്ലോ തിരിച്ചതാ പന്നികളെ. ഇനി പരിസരത്ത് കണ്ടു കൊന്നോളി ഞാൻ. എന്റെ എലിയെ തുറന്നു വിട്ടല്ലേ പിശാച്. ഞാൻ തല്ലി നിക്കാനാ പറഞ്ഞത്. നിക്കാൻ ഞാൻ. സോറി, ഞാൻ കണ്ടില്ല. MK സുന്ദരേശൻ, കെയർ ഓഫ് ടി ഉണ്ണികൃഷ്ണൻ, താമരാശം പിള്ള ബസ്, ഓപ്പോസിറ്റ് അഞ്ചുമന ടെമ്പിൾ, എടപ്പള്ളി ബൈപ്പാസ്, കൊച്ചി. അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം. നിർത്ത് നിർത്ത്, സ്റ്റോപ്പ്. ഇത് മറ്റവന്മാരാ. നിനക്കൊന്ന് കിട്ടിയത് പോരാ. ഇന്നെ പരിസരത്ത് കണ്ടുവരുന്നു. അയ്യോ ഉണ്ണി വിട് വിട്. വിടില്ല, കൊല്ലും ഞാനവനെ. അയ്യോ ഇത് കുക്കാ, കോശി കുക്ക്. നമ്മ റെസ്റ്റോറന്റ് എടുക്കുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ. ഇയാളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? പെട്ടി എടുക്കാൻ മറന്നുപോയി, ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോന്നു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാളെ ഇങ്ങോട്ട് വിളിച്ച പോരായിരുന്നോ? മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നെ തല്ലൂലിക്കാനാണ് അന്ന് കത്തെഴുതി വരുത്തിച്ചത്. അത് ഇവനൊരു അബദ്ധം പറ്റിയതാ. അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോ. ഞാൻ ആവശ്യമുണ്ടെ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോ ഓരോ കരിമാടികൾ വന്നോളൂ. ഉണ്ണേ എന്താ പേര്? ആഹാ നല്ല പേര്. ഉണ്ണേ, കാശിന്റെ കാര്യത്തിന് ടെൻഷൻ അടിക്കണ്ട. ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെ പോലെ ഒരാളെ ഇനി കിട്ടില്ല. ബെസ്റ്റ് കുക്കറാ അയാള്. അയാളുടെ മോന്താണ്ട ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു. അത് ജന്മനാ ചിലരുടെ മുഖം. നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളെ തെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളുടെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ. നീയായിട്ട് എന്റെ പണി കളഞ്ഞി. അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ. കുറച്ച് താമസം ഉണ്ടാവും. ഏറിയ 1 വീക്ക്. ഇനി എന്റെ ഏറും വീക്കും ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. എന്റെ താമരാക്ഷം പിള്ള ചേട്ടാ, കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്.
എന്നോടൊന്നും തോന്നരുത്. റെസ്റ്റോറന്റ് ഒന്ന് ചാലുവായി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ട് കൂട്ടത്തിൽ ഒരു 5 പവന്റെ വേറൊന്നും ബോണസ് ആയിട്ട്. അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നുമില്ല ട്ടാ. ദയവ് ചെയ്ത് ചെണ്ട കൊട്ടി ഉണ്ണിയെ അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ. അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും. ഈശ്വര മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും എനിക്കറിയാം. നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം. ഉണ്ണികൃഷ്ണ! എന്തിനാ ഉണ്ണേട്ടിനെ വിളിക്കണേ? നീ മലയാളം സംസാരിച്ചാൽ അവനും കൂടി അറിയട്ടെ. വേണ്ട, വേണം, വേണ്ട. വേണം. എങ്കിൽ പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണേട്ടിനോട് പറയട്ടെ. പതക്കത്തിന്റെ കാര്യമൊന്നും അവനോട് പറയാൻ പറ്റില്ല. എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണേട്ടിന് അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണേട്ടിന് അറിയണ്ടാന്ന്. സുന്ദര എന്താടാ? ആശ്വാസായി. ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കിക്കൊണ്ടുപോയിന്ന്. നീ എന്തിനാ വിളിച്ചു കൂവിയെ? പതക്ക. പതക്ക? പതക്ക ഈ വെണ്ടക്ക പോലത്തെ, വെണ്ടയ്ക്ക പോലത്തെ പതക്ക, വാഴക്ക പോലത്തെ, ഈ വാഴക്ക പോലത്തെ, പാവക്ക പോലത്തെ, ഈ കോവക്ക പോലത്തെ. നിനക്ക് എന്താ പറ്റിയത്? ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ? ഇങ്ങോട്ട് മാറിയുന്നേ. ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും. ഞാൻ ഉമ്മക്ക് തന്നെ. നിനക്ക് എന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കോരി ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം മനസ്സിലാവില്ല. എനിക്കറിയാലോ. നിനക്കറിഞ്ഞ എനിക്കെന്താ? പതക്ക? മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ? അത് വെണ്ടയ്ക്കാൻ അവിടെ വെക്ക്. സോറി. ഇതാണ് വണ്ടി. എന്താ അദ്ദേഹത്തിന് മലയാളം അറിയില്ലേ? അങ്ങേർക്ക് മലയാളം അറിയാം, പക്ഷെ നീ എങ്ങനെ മലയാളം? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ? സുന്ദര, ബസന്തി മലയാളത്തിൽ സംസാരിച്ചു. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്താ അറിയണ്ടേ? ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ? കൊല്ലാൻ തന്നെയാ, മറ്റാരെയല്ല, എന്നെ തന്നെ. മരണക്കിടക്കയിൽ വെച്ചാണ് വസുന്ധര, എന്റെ അമ്മ, എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത്. ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി. ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം, അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. എനിക്കാരുമില്ല. സ്വന്തം എന്ന് പറയാൻ ഒരു പുൽക്കുടി പോലും ഇല്ല എനിക്ക്. അങ്ങനെ പറയരുത്. ഞങ്ങളുണ്ട് ബസന്തിയുടെ കൂടെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയണം. ആരാണ് ക്രൂരൻ? ശ്രീധരൻ, ശ്രീധര കൈമൾ, മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ. തൽക്കാലം ആ തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും. അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും. എന്തായാലും അവളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവമാ. അവള് ബസന്തിയല്ല, പിന്നെ മഹാലക്ഷ്മിയാ. നമ്മളെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി RC ബുക്കും കൊണ്ടുപോയി ആ ചെറ്റ കൈമൾ തന്നെ RC ബുക്കും തന്നെ നമുക്ക് ലോണും പാസ്സാക്കി തരും. എങ്ങനെ? നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന അയാളോട് പറയും. അതൊക്കെ മോശമല്ലേ? ഒരു മോശമില്ല. മകളെ അച്ഛൻ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു. ആ കുട്ടി അറിഞ്ഞാലോ? ഒന്നും അറിയില്ല. അപ്പൊ ഒരു കളി കളിക്കാൻ. ഒരുമാതിരി മറ്റോടത്തെ പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മൊബൈൽ റെസ്റ്റോറന്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാന്ന് പറഞ്ഞ് എന്നെ ഹോട്ടലിലാക്കിയിട്ട് ദിവസം 3 ആയി. ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ
അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന ഇരിപ്പിന് അടിച്ചു കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് തീരുമാനിച്ചോണം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിൽ എന്റെ അടി കണ്ട് അവിടെ തുടരാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചിരിക്കുക. അയ്യോ കോശി ഷെഡേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും. ഉറപ്പാണോ? ഒന്ന് പറഞ്ഞു വിടറാ. ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി ഷടേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും. അത് തന്നെയല്ലേ ഈ മോലാലും പറഞ്ഞത്. അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്. കോശി ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾക്കില്ലേ കോശിന് ഞങ്ങളുടെ കൂടെ കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്. ചിരിച്ചേ. ശരിയൊക്കെ ചെലവിട്ട് മതി. ചിരിക്കാനാ പറഞ്ഞത്. ചിരിപ്പിക്കല്ലേ, ഞാൻ ചത്തോ? ചത്തുവോ? എന്നാ ചിരിപ്പിക്കണ സുന്ദരാ. ഇതിന്റെ അകത്ത് ആവശ്യമില്ലല്ലോ. ഇത് മാഗ്നറ്റാ, ഇരിക്കട്ടെ. സുന്ദര, ആ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, ആ. പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ആ, അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആ, ആലിലയിൽ കിടക്കും ചൊറിയാൻ പുഴു. ആ. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. പാമ്പ് വേണ്ട, ഇതാണ്. നീല നിറത്തിലുള്ള ഉജാല, ഉജാല, ഉജാല. വേണ്ട വേണ്ട, എല്ലാം മാക്കി, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. മിൽമ പ്രസിഡന്റ്. അയ്യാ, മിൽമ മണ്ണുണ്ണി. May I come in? Yes, come in. ഞാൻ എവിടെ കിടക്കണ്ടേ? എന്റെ മടി കിടക്കണോ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല. എടാ, വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. ഏയ്, ഡാ, സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനകത്ത് പുര നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ ടർസിൽ കിടന്നോ. ടെറസിലാ? വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ആ, ശരി. എന്താണ്? എനിക്ക് തലവെക്കാൻ 2:30 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്. എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോളിൽ. ശരി മുതലാളി. ഡാ, ശരിക്കും മുതലാളി ഞാനാ. ആ, ശരി, ശരിക്കും മുതലാളി. ശരിക്കും മോലാളി. നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മോലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. പോടാ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ. ആ, താമരാക്ഷ പിള്ള ബസ്. എന്തൊരു ശബ്ദം കേട്ടത്? കോശിയുടെ ശബ്ദമല്ല കേട്ടത്. അപ്പൊ ടർസിന്റെ മുകളിൽ നിന്നായിരിക്കും. കൊന്ത കോശി. അല്ല, എന്താ കോശി? ഞാനിവിടെ താഴെയുണ്ട്. എന്താ പറ്റി? മുള്ളാൻ മുട്ടിയപ്പോ വീട്ടിൽ ഓർമ്മ വെച്ച് മുറിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. എന്തായാലും മുറ്റത്തെത്തിയല്ലോ, ഇനി മുള്ളല് കഴിയട്ടെ. അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി. കോശി വീണതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ? കൃത്യസമയത്ത് ഉണരാൻ പറ്റി. അലാറം വെക്കാണ്ട കിടന്നത്. അല്ല, കോശി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവെങ്കിലേ അലാറം വെക്കുന്ന ടൈപ്പീസ് നമുക്ക് അങ്ങോട്ട് വിൽക്കായിരുന്നു. സംസാരിച്ച സമയം കണ്ട് വേഗം റെഡിയാ നോക്ക്, നമുക്ക് പോണ്ടേ? എവിടെ പോകുന്നു? ഇന്നലെ പറഞ്ഞ ആ അടിപൊളി ചെലവിന്റെ കാര്യം മറന്ന. ഓ, കോശിയുടെ വീഴ്ചയിൽ ഞാനത് അങ്ങോട്ട് മറന്നു. ഞാൻ വീഴ്ചയില ഓർത്തത്. ഇതാ കാശ്. ആ, ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കുക. അപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വരാം. വാ, പൊളിച്ച് നിൽക്കണ്ട. നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം. എന്റെ അമ്മേ. കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. എന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. അമ്മ, അത് ഈ ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ സൂക്ഷിച്ചും കണ്ട് നടക്കണ്ടേ സുന്ദര. ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. മര്യാദയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത്. പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ളൊരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു. അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേര് വസുന്ധര. ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ അവക്ക് വെറും 2 വയസ്സ്. ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ 3 വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണറായിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ പിശാച് മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു.
പിശാശ് ഇവിടെ വന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തലയിൽ മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. പറയേണ്ടി വന്നേക്കും. ഞങ്ങളുടെ RC ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കൈമളുടെ ജാരസന്ധത കഥ ഞങ്ങളുടെ അങ്ങാടി പാട്ടാക്കും. ഇത് സത്യം. ശിവം സുന്ദര. പിന്നെ സാറിന് ഈ ഓഞ്ഞ മൊട്ടത്തല പുറത്ത് കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നോ, വൈറ്റ് മെയിൽ. ഞാൻ പുറത്തുണ്ടാവും ഉണ്ണി. നിനക്കൊന്നും ഇനി ഒരു അളവുമില്ല. 24 മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും. Get out. Get out. ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകളെ അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. സാരമില്ല, നമുക്ക് വേറെ വഴി നോക്കാം. എന്തായാലും പറ്റിയത് പറ്റി. തൽക്കാലം അവളോട് പറയണ്ട. പറ്റിയതും കിട്ടിയതും പറയണ്ട. രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു കോശി. വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട്. വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ വസന്തിക്ക് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്കൊരു. അപ്പൊ എന്റെ കാര്യോ? വസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പൊ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പട്ടിണി എടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 റുപ്യ കഴിച്ചിട്ടുണ്ട്. വസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഞാൻ അടിക്കും. അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി. വെറുതെ എന്തിനാ ഇങ്ങനെ ലിവർ കളയണേ? എന്താ ഇവിടെ ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് വസന്തി. എന്താ കോള. ഭയങ്കര മേലുവേദന. ഞാനൊന്നും മയങ്ങട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ? മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം വരും. ഇതെന്താ യൂറിസ്റ്റ? എന്റെ മോലാളി, ഞാൻ ഈ ടെറസിലേക്കില്ല, വല്ല മറച്ചോട്ടിലും കിടന്നോളാം. അതാ നല്ലത്. ടെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും കിടന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ എടുക്കണ്ടേ? ഇതെന്ത് ഇത് കോള മാത്രമേ ഉള്ളൂ? എടുത്തൊഴിച്ചൂടെ? ദേ ഇരിക്കുന്നു. ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി ഇറങ്ങിയേ. വസന്തി കോള മാറിപ്പോയടാ. ഓട്ടോ ഓട്ടോ നേരെ വണ്ടിയുടെ പുറകു വിട്ടോ. നോക്കണേ. അടുപ്പിക്ക് അടുപ്പിക്ക്. പിടിപോട്ടെ പിടിപോട്ടെ. പിടിച്ചിരുന്നോ? എന്റെ കിടപ്പാറം പോയേ. വേഗം വിട്, വേഗം വിട്. അയ്യോ, കോശിയല്ലേ ഇത്? ഈശ്വര, കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. അയ്യോ, ഇത് ഇനി കോയമ്പത്തൂരിൽ നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മളെ വണ്ടി പിടിക്കാം. ഒന്ന് വേഗം വിടൂ. ഹലോ, സുന്ദര, നീ സുന്ദര. ഹലോ, അങ്ങോട്ട് പോകണം. ഞാൻ ഇങ്ങോട്ടാ കൊണ്ടുപോകണം. ഏയ്, നിർത്ത്. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഇതെന്തേത്? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? ഇത് സ്മെല്ലടിക്കാതിരിക്കാനാ. നമ്മുടെ ബസ് അവിടെ. അയ്യോ, ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട് പന്നി. എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം അറിയാൻ ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ജീവിതം എടുത്താ നീ ഇപ്പൊ കളിച്ചത്.
ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവിടെ പോയിക്കോ എന്റെ മുമ്പിന്ന്. പോവാനല്ലേ പറഞ്ഞേ? നീ എന്താ ഈ കാണിച്ചേ? എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശവം പോലും കിട്ടില്ലായിരുന്നു. അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ? അതിനാണല്ലോ തല്ലിയത്. പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു വിളിക്കാൻ പോവാ. ബസന്തി അവിടെ നിക്ക്. ഞാനാ വിളിക്കണത്. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. അവനൊരു തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ. വരില്ല, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവളെവിടെ പോവാനാ? അടി കൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും. നീ വണ്ടി കയറ്, കുളിച്ചിട്ട്. ജപ്തി ചെയ്യാനല്ല, ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാ ഞാൻ വന്നത്. എത്ര രൂപ വേണം? 25,000, 50,000? ഇയാൾക്ക് ഇപ്പോഴാ ബോധം ഉദിച്ച്. ജാരസന്തതിക്കത് നാട്ടി പാട്ടാവാതിരിക്കാൻ കോംപ്രമൈസിന് വന്നിരിക്കാം മൊട്ട. മിസ്റ്റർ ഖായ്മൾ, 50,000 അല്ല 1,00,000 രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഏത് കുട്ടിയുടെ? എന്ത് കോംപ്രമൈസ്? ഓർമ്മയില്ല? ഇല്ല. ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം. കണ്ണടയുണ്ട്, മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. അപ്പൊ ലോൺ തരാന്ന് പറഞ്ഞത് 5 ലക്ഷം ഉറുപ്പിയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നുകൊണ്ട് 5 ലക്ഷം രൂപയാ എന്റെ പേരിലോ? സംഗതി സീക്രട്ട് ആയിട്ടാണ് എത്തിയതെങ്കിലും കോഡ് നമ്പർ വെച്ചെല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു. മിടുക്ക, എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ? ഞങ്ങൾക്കൊരു ചേരിയായിട്ട് കണക്ഷൻ ഒന്നുമില്ല. പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം ഉറുപ്പിയുടെ ഗ്യാരണ്ടി വന്നത്? മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ബസന്തി അല്ലേ? ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത്രി. അവിടുത്തെ ഗായത്രി ആയിരിക്കും ഇവിടുത്തെ ബസന്തി അല്ലേ? അപ്പൊ അവള് കള്ളപ്പേരില് കള്ളപ്പേരിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോ. പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം പറയൂ. ഓ എടോ, അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കൊരു മലയാളിയാ. പണ്ടങ്ങാണ്ട് ഇവിടുന്ന് നാട് വിട്ടു പോയതാ. ഏതോ ഒരു ഒറ്റപ്പാലങ്കാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടറോ, ആ കുട്ടി എവിടെ? അവള് പോയി. ഇവിടെയും കൂടെ ഉള്ളൂ ഇനി തപ്പാൻ. ഇറങ്ങ ഇറങ്ങ. ബസന്തിയെ ബസന്തി ബസന്തി അവിടെ അമ്മയും പെങ്ങന്മാരും ഇല്ലടാ. ഇറങ്ങിയിരിക്കുന്ന തന്റെ മക്കളും ചെറ്റ പൊക്കാൻ. നേരത്തെ പരിചയമുണ്ടല്ലേ? എന്റെ ദൈവമേ, എവിടെ പോയിട്ട് തപ്പും? സിറ്റി മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതവളാ. காயத்ரி காயத்ரி, நான் அச்சனா, எழுந்துக்கு. அப்பா, நான் வரமாட்டேன். ஒன்னு எனக்கு பார்க்க வேண்டாம். അങ്ങനെ പറയാതെ മോളെ, ഞാനല്ലേ വിളിക്കുന്നത്. ஆமா, நீ பெரிய மினிஸ்டர். அதுக்கு எனக்கு என்ன வந்துச்சு? எனக்கு ஒன்றும் இல்லை. വാ. 55-ാമത്തെ വയസ്സിൽ എനിക്ക് രാജയോഗം ഉണ്ടെന്ന് ജോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല. കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത്. പോണ്ടിച്ചേരി കമ്മത്താൻ തേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട്. ആ കാശിന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞങ്ങളോ? മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അതല്ല സാർ ഞാൻ ആലോചിക്കുന്നത്. പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ എന്റെ വണ്ടിയിൽ വന്ന് കയറിയെന്ന് എനിക്ക് മനസ്സിലാവും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, കാശുള്ളവര് പലതും ചെയ്യും. ചിലര് വിമാനത്തിന് ലോകം ഒട്ടാകെ ചുറ്റി നടക്കും. മറ്റു ചിലർ തെണ്ടിപ്പിള്ളേരന്മാർ ഇതുപോലെ നടക്കും. അത് അവരൊരു ഹോബിയാ. കേരളം ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ്, അതല്ലേ നിങ്ങളുടെ സ്വപ്നം? നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും.
അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് മാറ്റിയാൽ അതൊന്നും വേണ്ട സാർ. വേണം സാർ. ഇനിയിപ്പോ ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടുവന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി. അത് നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഫോട്ടോസ് ഒരിക്കലും കള്ളം പറയാറില്ല. ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നു. ആ കുട്ടി നിങ്ങളുടെ കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുക്കും. പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയതാണെന്ന്? പറ്റില്ല. അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും. എന്നാലും ഇല്ല. എങ്കിൽ ഇനി വെച്ച് താമസിപ്പിക്കണ എന്തിനാ? നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ചെണിപ്പിച്ച് ചോദിച്ചാലോ? ഓ ജന്മനാ വിടുത്തരെ പറയൂ പൂരിത്ത കട്ടവൻ. മന്ത്രിയുടെ മോളാണ് നമ്മൾ മനസ്സിലാക്കി എന്നറിഞ്ഞാൽ അവൾ അപ്പ സ്ഥലം വിടും. അത് ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേര് നടക്കുന്നത്. അല്ല പിന്നെങ്ങനെ അപ്പാ ഈ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ്. വളയ്ക്കാന്നൊക്കെ പറഞ്ഞ വളരെ ചീപ്പായി. ഓ ഞാനിത് മറ്റേ അർത്ഥത്തിൽ പറഞ്ഞതല്ല. നമ്മൾ നല്ലവരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം. അവിടെയാണ് മിടുക്ക്. പിന്നെ നമ്മളവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് കുറെ നാളെടുക്കും. എടുക്കണം. ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ. ഓ കോടികളുടെ മുതലാണ് വെറും തറയെ കിടക്കുന്നത്. ചപ്പാത്തി ആൻഡ് മട്ടൻ ചാപ്സ് ഫ്രം ഹോട്ടൽ സെന്റ് സേവം. അപ്പം ആൻഡ് ഫിഷ് കറി ഫ്രം ഹോട്ടൽ സെന്റ് നാരായണ. വെറും നാരായണ. എനിക്കൊന്നും വേണ്ട. മാംസാഹാരങ്ങൾ എടുത്ത് മാറ്റൂ. നോക്കൂ, ആപ്പിൾ, ഗ്രേപ്പ്, ജിലേബി, ലഡു, കേക്ക്, ബട്ടർ കേക്ക്, ഹൽവ, കപ്പ് കേക്ക്, റോസ് മിൽക്ക്, നാപ്കിൻ ആൻഡ് സ്ട്രോ ഫ്രം സിലാം ബേക്ക് ഹൗസ്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഇപ്പൊ അറിയണം. എന്നെ ഈ വണ്ടി കയറ്റി കിടത്തിയതാരാ? ഞാനാ. രാത്രി വഴി കിടന്ന് പനി പിടിക്കണ്ടെന്ന് കരുതി. അല്ല സ്നേഹം കൊണ്ട്. വേണ്ട, എന്നോട് ആരും ഒരു സ്നേഹവും കാട്ടണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മാർത്ഥത ഇല്ലെന്ന്. ഇല്ലെങ്കിൽ എന്നെ തല്ലുമായിരുന്നോ? ഞാൻ പോവുക. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അത് ഈ ബാങ്ക് ഉണ്ണേട്ടൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്ത്? ബസന്തി ഐ ലവ് യു എന്നല്ലേ? അതല്ല. പിന്നെ 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 പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടി പ്രകൃതി രമണിയാണ്. കുട്ടി പോയി ഡാൻസ് ചെയ്തോളൂ, ഞാൻ പാടിത്തരാം. പൊക്കോളൂ. എന്താ ഇതൊക്കെ? ലഞ്ചാ. കോണ്ടിനെന്റൽ, ചൈനീസ്, തന്തൂരി, നേപ്പാളി ബെസ്റ്റ് ഫുഡാ. എന്തിനാ ഇതൊക്കെ എന്നാ ചോദിച്ചത്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതോ എന്നെ സന്തോഷിപ്പിക്കാനോ? അതെ, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതില്ല. നമ്മൾ കണ്ടുമുട്ടി അന്ന് തന്നെ ഒരു ട്രീറ്റ് തരണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് അല്ലടാ. പിന്നെ അന്ന് ബസ്സിനകത്തുനിന്ന് കുട്ടിയെ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കിയില്ലേ? അതൊരു ടെസ്റ്റ് ആയിരുന്നു. ആ ടെസ്റ്റിൽ കുട്ടി വിജയിക്കുകയും ചെയ്തു. അല്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിലും വലിയ സമ്പന്നത ഉപേക്ഷിച്ച് പോന്നവളാ ഞാൻ. ഇഷ്ടം പോലെ പറന്ന് നടക്കണം. കുട്ടിക്കാലം മുതൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അനുഭവിച്ചു തീർക്കണം. നിങ്ങൾക്കറിയോ, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി മിനിസ്റ്റർ ആവുന്നത്. ടെററിസ്റ്റുകളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് അച്ഛന് Z കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു. കൂട്ടത്തിൽ അമ്മയ്ക്കും എനിക്കും. இந்த மினிஸ்டர் வேலை நமக்கு வேண்டாங்க. வேற எവിടെയെങ്കിലും போய் ஜீவிക്കാം. மரணம் காத்திவிட കഴിയുന്നതിലും ഭേദം அதான். லட்சுமி, சின்ன வயசுல இருந்தே நான் பார்ட்டி மெம்பர். எவ்வளவு உதவாங்கியிருக்கு பார்ட்டிக்காக. எத்தனை வாட்டி நான் லாக்அப்ல கிடந்திருக்கு, எத்தனை வருஷம் நான் ஜெயில கிடந்திருக்கு. அதுக்கெல்லாம் எனக்கு ஒரு பலன் வேண்டாமா? பாவம் குழந்தை கொஞ்சம் பயந்துருக்கு. பரவாயில்ல, எதிர்கால வாழ்க்கைக்கு இதெல்லாம் ஒரு எக்ஸ்பீரியன்ஸா எடுத்தா போதும். மினிஸ்டர் மகதானே, மனசு கொஞ்சம் ஸ்ட்ராங்கா தானே இருக்கணும். நீ குழந்தை கூட நிம்மதியா படுத்து தூங்கு. எனக்கு கொஞ்சம் வேலை இருக்கு, நான் வரேன். உடம்பு பூரா பயங்கர வலி, பேசுறது கூட ரொம்ப கஷ்டம். இன்னைக்கு சேத்துக்குடியில மகளிர் அசோசியேஷனோட இனாகரல் ஃபங்க்ஷன் போய் தான் ஆகணும். ஞான ஆலோசிச்சுட்டு ஒரே ஒரு வழி காணணும். சேத்துக்குடியில ലക്ഷ്മി പോണം. ഞാനോ? ഒരു നല്ല വീട്ടമ്മയെ മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മയെ നിർബന്ധിച്ച് അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി. പോയിട്ട് വാ. ആ പോയത് ആരാന്നറിയാമോ? വെറും ലക്ഷ്മി സന്താനമല്ല,
சேத்துக்குடியில வரப்போற பை எலெக்ஷன்ல நம்மட பார்ட்டியோட ஸ்தானார்த்தி. இந்த உடம்பு வலி, பாடி பெயின் எல்லாம் வெறும் நாடகமா. சும்மா சொன்னா அவ போக மாட்டா. அங்க செல்லும்போ ஸ்டேஜில் வச்சு நம்மட கட்சி ஸ்தானார்த்தின்னு பார்ட்டி செக்ரட்டரி அனௌன்ஸ் செய்யும். அப்பதான் அம்மாவுக்கு எல்லாம் தெரிய போகுது. என்ன வருங்கால பாண்டிச்சேரி முதலமைச்சர் லட்சுமி சந்தானம் வாழ்க. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിയില്ലേ? செல்லோ, மினர்வா தியேட்டர்ல ஸ்பீல்பர்க் உடைய பர்த் ஆஃப் எ குயின் ஓடுது. அந்த படம் உனக்கு பார்க்க வேண்டாமா? The men that attacked Go down there, do whatever you can. I need more time to finish the last rites. Thank Christ, the true shepherd. സിനിമ പാതിക്ക് നിർത്തിയിട്ട് ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാ? அப்பா உங்களுக்கு என்ன ஆச்சு? லட்சுமிக்கு பகரம் அங்க நான் தான் போயிருக்கணும். வணக்கம். தலைப்புச் செய்திகள். அடுத்த மாதம் நடைபெறவிருக்கும் சேத்துக்குடி பை எலெக்ஷனில் எதிர்க்கட்சியான KMK கட்சியின் தலைவர் திரு முத்துராமனின் மகன் திரு செல்வத்திற்கு எதிராக சென்ற மாதம் குண்டுவெடிப்பில் இறந்த திரு லட்சுமி சந்தானத்தின் மகள் காயத்ரியை நிறுத்துவதாக திரு RK சந்தானம் இன்று பாண்டிச்சேரியில் பத்திரிகையாளர்களிடம் அறிவித்தார். പാർട്ടി തീരുമാനിച്ചു, ഞാൻ അങ്ങ് സമ്മതിച്ചു, അவ்வளவுதான். അമ്മ മരിച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. ഓർമ്മയുണ്ടോ അച്ഛന്? ഉണ്ടല്ലോ, அதனாலதானே சம்மதிச்சா. லட்சுமி மரிச்ச சென்டிமெண்ட்ஸ் இன்னும் ஜனங்க மனசுறது போல. அதை நம்ம சம்பாதிச்சா நிச்சயம் நீ ஜெயிக்கும். என்ன தோல்பிக்கான் ஏது சக்திகள் அவளை നശിപ്പിച്ചു, അവരെ നശിപ്പിക്കാൻ ലക്ഷ്മിയുടെ മരണം തന്നെ നമ്മുടെ ആയുധമാക്കണം. അമ്മയുടെ മരണം പോലും വിറ്റ് വോട്ടാക്കണമെന്നല്ലേ? ചെല്ലോ, നീ ഇപ്പൊ சொன்னதாண்டி சரியான പൊളിറ്റിക്കൽ തന്ത്രം. പറ്റില്ല. സ്ഥാനാർത്ഥി അവൻ എന്നെ കിട്ടില്ല. മോളെ ഗായത്രി, ഇല്ലെന്ന് പറഞ്ഞില്ലേ? இங்க பார், இந்த RK சந்தானம் ஒரு தீர்மானம் எடுத்தா பின்ன அதுல எந்த மாற்றமும் வராதுன்னு என்ற போல் கரியாலோ. നാളെ മുതൽ എലക്ഷൻ പ്രചരണം തുടങ്ങണം. പുരിഞ്ഞതാ? ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ തറവാടായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ എനിക്ക് മുൻപ് അച്ഛന്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ഞാൻ നാടോടികളുടെ കൂടെ കൂടി. ഒരു മന്ത്രിയുടെ മോളെ വഴിയോരത്ത് കിടക്കുന്ന ബസ്സിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ. നിങ്ങളോടൊപ്പം കൂടിയതിനു ശേഷമാണ് ജീവിക്കുന്നു എന്ന് തന്നെ ഒരു തോന്നലുണ്ടായത്. നിങ്ങളുടെ കളി, ചിരി, തമാശ, വഴക്ക് ഒക്കെ എനിക്കിഷ്ടായി. എന്തായാലും ഞാൻ ഇനി തിരിച്ചു വീട്ടിലേക്കില്ല. காயத்ரி பத்தி ஏதாவது தகவல் கிடைச்சதா? என்ன இல்ல இல்லன்றீங்க? எங்க தேடினீங்க? என்ன பண்றீங்க எல்லாரும்? സർ, പ്രതിപക്ഷ നേതാവ് മോനും കാണാൻ വന്നിട്ടുണ്ട്. വണക്കം ஐயா. வணக்கம் வணக்கம். வாங்க உட்காருங்க. எப்படி சௌக்கியம் தானா? கடவுள் புண்ணியத்துல நல்ல சௌக்கியம். என்ன அப்படி சொல்றீங்க? இல்லனா இந்த நாட்டுடைய எதிர்க்கட்சி தலைவர் முத்துராமனும் அவரோட மக செல்வமும் என் வீட்டு வாசப்படி மெரிப்பீங்களா? சரி, உங்களுக்கு நான் என்ன செய்யணும்? உங்க பொண்ணு என் அப்போசிஷன் கேண்டிடேட் உடம்பு சரியில்லாம ஹாஸ்பிட்டல்ல இருக்கான்னு கேள்விப்பட்டேன். ஆமா, இப்ப என்ன அதுக்கு? அவ எந்த ஹாஸ்பிட்டல்ல இருக்கான்னு நாங்க கொஞ்சம் தெரிஞ்சுக்கலாமா? அதை நீங்க தெரிஞ்சுக்க வேண்டிய அவசியம் இல்ல. வேண்டாம், சொல்ல வேண்டாம். ஆனா இந்த எலெக்ஷன்ல இவனுக்கு ஆப்போசிட்டா அவன் நிக்க கூடாது. சாரி முத்துராமன். ஓகே, நாங்க வரோம். ஆனா ஒரு விஷயம், உங்க பொண்ணு எங்க இருக்கா, யாரோட இருக்காங்கிறதெல்லாம் தெரிஞ்சுக்கிட்டு தான் நாங்க இங்க வந்திருக்கோம். வரட்டுமா? பாண்டியா, அவ கதையை முடிச்சிடு. അയ്യോ സിഐ, നീ എന്താ പുള്ളാളിക്കണ? എന്താ സാർ കാര്യം? ഒറ്റ കീറിയാൻ വെച്ച് എന്താണല്ലോ, നിന്റെ കൂടെയുള്ള പെണ്ണാരാണെന്ന് പറഞ്ഞപ്പോ എന്റെ കൈയും കാലം നടന്നുപോയി. അല്ല, എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? സാർ, ഒന്നും ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. വായെടുത്ത രണ്ടെണ്ണം നുണേ പറയുള്ളൂ. നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കനൽക്കട്ടയാണ്. പോണ്ടിച്ചേരിന്ന് മിനിസ്റ്റർ ലെവലിലാ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നേ. വേഗം എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു വിട്ട് തടി രക്ഷിക്കാൻ നോക്ക്. എന്നെ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നു, എന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കുന്നു. പ്ലീസ് മാഡം,
മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകഞ്ഞിട്ടാ. നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ. നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും. ഇതൊരു ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത്. വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളയരുത്. കാര്യം ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന യുവമാരെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാ ഹൈലി കോൺഫിഡൻഷ്യലായി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത്. എനിക്ക് ഇത്രയൊക്കെ പറ്റും. DAGയും ഗ്രൂപ്പ് വരുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവരെന്നെ കാണണ്ട. അവരൊന്നും ചെയ്യരുത്. Stop it. ഇനി അവരെ തൊട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. Leave them. Sir, please. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിന് ആപത്താ. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഞാനൊരു പ്രശ്നമായി. വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങളെ വേദനിച്ച അതെനിക്ക് താങ്ങാനാവില്ല. അത്രയ്ക്ക് ഞാൻ പോവാ. എന്നും മനസ്സിലുണ്ട്. ഒരിക്കലും എന്നെ മറക്കരുത്. இந்த கவர்மெண்ட் மேல எனக்கு இருந்த நம்பிக்கை போயிடுச்சு. அதனால நானும் முத்துராமன் அவர்களும் சேர்ந்து ஒரு புது கூட்டணி அமைச்சுக்கலாம் முடிவு பண்ணி. அப்ப நெக்ஸ்ட் சிஎம் சந்தேகம் என்ன? ஆர்கே சந்தானம் தான். அப்ப நீங்க மிஸ்டர் முத்துராமன் அவர்கள் ஹோம் மினிஸ்டர். அது மட்டும் இல்ல, எங்களுக்குள்ள இருக்கிற உறவை பலப்படுத்திக்கிறதுக்கு நாங்க இன்னொரு முடிவு எடுத்திருக்கோம். பையனுடைய அப்பாங்கிற முறையில அதை நீங்க சொன்னா நல்லா இருக்கும். சரி, அப்படியே ஆகட்டும். சந்தான மகள் காயத்ரிக்கும் என் பையன் செல்வனுக்கும் கல்யாணம் பண்ணி வைக்கிறதா நாங்க முடிவு பண்ணிட்டோம். அதுக்கான நிச்சயதார்த்தம் இந்த மாசம் 24ஆம் தேதி மிஸ்டர் சந்தான வீட்லயே நடக்கும். എന്തിനാടാ അവള് നമ്മുടെ ബസ്സിൽ വന്ന് കയറി? എവള്? ഗായത്രി. അവള് വന്ന് കയറി, അതുപോലെ പോയി. മനസ്സിന്റെ സ്വസ്ഥത കളയാൻ. അവള് മന്ത്രിയുടെ മകളാവാതെ ആർക്കും അവകാശമില്ലാത്ത പഴയ നാടോടിയായ മതിയായിരുന്നു. ശരിക്കും വീടുറങ്ങിയ പോലെ. പെട്ടെന്ന് അവൾ അടുത്തുനിന്ന് പോയപ്പോ എന്തോ ഒരു മിസ്സിങ്. ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോടാ. അവളുടെ പോക്ക് മനസ്സിൽ നിന്ന് മായനില്ല. ഒന്നും കൂടി കാണാൻ ഒരു കൊതി. ഇനി കാണണമെങ്കിൽ പോണ്ടിച്ചേരിക്ക് പോണം. നമുക്കൊന്ന് പോയാലോ? നീ എന്താ ഈ പറയണേ? കാര്യ, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്ന് കണ്ടാ മതി, എന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഉണ്ണികൃഷ്ണ, അത് എങ്ങനെ പോകും? നമ്മുടെ ബസ്സില് നമുക്കൊന്ന് പോവാം. ആ കോശിയോ, എവിടെയായിരുന്നു? കോയമ്പത്തൂര്. എന്ത് ചെയ്യായിരുന്നു അവിടെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ പണ്ടാറക്കാലത്ത് പെണ്ണുകാരൻ. ഓഹോ, അങ്ങനെയൊക്കെ. ആ മാലാഹക്കുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂരെത്തി. റിസ്ക്കുള്ള യാത്രയായിരുന്നല്ല. റിസ്ക്? ആ, അങ്ങനത്തെ ഒരു യാത്രയായിരുന്നല്ല. ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച് ഹോട്ടലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പാ ആ മുതലാളിക്കത് വേണ്ടാന്ന്, കാശ് മതി. എന്നിട്ട് കാശ് കൊടുത്താ? എന്റെ കയ്യിലില്ലല്ല. നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ഞാനയാളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ്. മൂസിയണ്ണജി ഭയങ്കര സ്മാർട്ടാ. நான் கோயம்புத்தூர்ல இருந்து கோஷி கிட்ட காசு வாங்குறதுக்கு வந்த மூசி. மூசி இது முதலாளி, அது தொழிலாளி. முதலாளியாவது கீழாளியாவது இங்க பாரு, என்ன ஏமாத்த வேண்டாம். என் முதலாளி வந்து பேரு அண்டர்வேர்ட் பிரின்ஸ்.
ഇയാൾ എത്ര രൂപ പറ്റിയിട്ടുണ്ട്? திரும்பி வரும்போது பார்சல் வாங்கினெல்லாம் சேர்த்து வந்து 351 ரூபாய் 75 காசு. 75 പൈസ. ലഡ്ഡു സാപ്പിട്ട് இருக்க. ലഡ്ഡു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഞങ്ങളെ കാണൂലായിരുന്നു. അയ്യോ, നിങ്ങൾ ഈ കാര്യം ചാടി ചാവാൻ പോയിരുന്നല്ലേ? അല്ല, ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് പോവാ. പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. അയ്യോ, കാശ് കിട്ടിയില്ലെങ്കിൽ ഇയാള് വണ്ടിന്ന് പോവൂല. എന്നാ കണ്ട പോവൂല. പോകണ്ട, ആ വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങിക്കോളാൻ പറ. എനിക്ക് കാശ് വേണയ്യ. ഇല്ലേ മോഹൻലാലി? വായിട്ടലക്കലടോ. പോണ്ടിച്ചേരി പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. പോണ്ടിച്ചേരി ഞാൻ എങ്ക വേണാലും പറഞ്ഞേ. എനിക്ക് കാശ് തന്നെ തേവേ. നിർത്തണോ? എന്റെ അമ്മോ, എവിടെ നിന്ന് കിട്ടിയോ ഇഞ്ഞോണ്ടീന? എന്നടാ സൊന്നേ? അല്ല, ഈ വണ്ടി വിറ്റിട്ടായാലും നിനക്ക് കാശ് തരുമെന്ന്. വെറുതെ. അല്ല, നമ്മൾ എപ്പോഴാണ് നാളെ പോണ്ടിച്ചേരിക്ക് പുറപ്പെടുന്നത്? നാളെ സുപ്രഭാതത്തിൽ. பிள்ளையாரப்பா, நான் 6 மாசமா சஸ்பென்ஷன்ல இருந்தேன், டிமோஷன்ல இருந்தேன். அதுக்கப்புறம் இன்னைக்கு தான் நான் ஜோலிக்கு ஜாயின் பண்ண போறேன். வேலை போயா இந்த போண்டிச்சேரி இருந்து திருப்பி பாலக்காட்டுக்கு வர வேண்டாம்னு என் பொண்டாட்டி சொல்லியிருக்கு. எனக்கு என்னோட பழைய போஸ்ட் அதே போல் திருப்பி கிடைச்சிடணும். வித் ப்ரமோஷன். அதுக்காக நீங்க எனக்கு ஒரு வழிகாட்டி கொடுக்கணும். எல்லாம் நல்லபடியா நடக்கணும். ஆண்டவா. നിർത്തി, ഇവിടെ നിർത്തി. ഈശ്വര, അവളുടെ വീട്. ഞാനൊന്ന് പറയട്ടെ. என்னங்க കേരള വന്നിരിക്കാங்களா? என்ன வேணும்? തമിഴില് കാര്യങ്ങളൊന്നും പറ. அம்மாவே பார்க்கணும் ஐயா. என்ன அம்மா? ஓ, பிச்சைக்கார பசங்க வெளியே போ சொல்லியா. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഈ വൃത്തിയായിട്ട അണ്ണാച്ചിനെ കൊണ്ടുവരണ്ടാവും. നീ എനിക്ക് പണം തരാൻ വേണ്ടി വാ. നിനക്ക് വോയിസ് കാർഡ് നിർത്ത്. കൊണ്ടാടങ്ങാൻ. അമ്മയല്ല, കുട്ടി. ഗായത്രി കുട്ടിയെ കാണണം. അപ്പോയിന്റ്മെന്റ് എടുക്കാ. ഓയിന്റ്മെന്റ് ഇല്ല, വേണേ അമൃതാജ്ഞം തരാം. ഓ, കൈക്കൂലി കൊടുക്കണായിരിക്കും. ആ, കൈക്കൂലിയാ? അത് അകത്ത് പോയി ഗായത്രി കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം. என்னடா சொன்னே? கைக்கூலியா? இந்த பாலக்காடு ചന്ദ്രചൂഡൻ കൈക്കൂലി വാങ്ങിയ ഹിസ്റ്ററി ചരിത്രത്തിൽ ഇല്ല. മലയാളി. ഗായത്രി മേലെ കാണണമെങ്കിൽ നേരത്തെ സമയവും തീയതിയും നിശ്ചയിക്കണം. കൊച്ചിന്ന് ഉണ്ണി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി. കൂടെ സുന്ദരനും കോശിയും. കോസ്കിട്ടിന്ന് കാശ്മീർക്ക് മൂണ്ടാണ്ടിരിപ്പാണ്ടി. ഉണ്ണിയും സുന്ദരനും വന്നു എന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ വേണ്ട, ഇത് ഗായത്രി കുട്ടിയെ കാണിച്ചാ മതി. சார் உள்ள விடலாமா சார்? 2 பேரை உள்ள விடுங்க. சரி சார். സ്കോറ വളാച്ചി. പോയാ யாராவது 2 பேரும் உள்ள போப்பா. എന്നാ ഞങ്ങൾ 2 പേരും പോയിട്ട് വരാം. എന്തിനി? ഞങ്ങൾ ഇതുവരെ മന്ത്രിയുടെ വീട് കണ്ടിട്ടില്ല. അതെ, നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഞങ്ങളൊരു അത്യാവശ്യത്തിന് വന്നതാ. വാ. അവര് ഗായത്രീനെ കണ്ടിട്ട് വരട്ടെ. നമുക്ക് പോയി 3x റമ്മ് കീറാ. പോണ്ടിച്ചേരിയിലും മറ്റവൻ ചീപ്പാ. എത്ര വേണം കീറാമ്? കാശ് തരല ഒന്നിനെ പിച്ച് കീറുക. ഏയ്, പോണ്ടിച്ചേരിയിലെ കല്ലിനെ പോലെ നീ ചീപ്പാവല്ലേ? വാടാ. எவ்வளவு க்ளோஸ்? ரொம்ப க்ளோஸா? உட்காருங்க. சொல்லு தம்பி, லவ்வா? സാർ ചോദിച്ചത് കേട്ടില്ലേ? ഗായത്രി കുട്ടിയെ നിനക്ക് ഇഷ്ടമെന്ന് പറയട ഉണ്ണി. அப்படி சொல்லு. கேரளத்துல இருந்து இவ்வளவு தூரம் விஷயம் இல்லாம ஒருத்தன் வரமாட்டான்னு எனக்கு தெரியும். நீ உட்காரு, நான் போய் காயத்ரி விളിക്കാം. உட்காரு தம்பி, உட்காரு. നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് നിന്നെ വലിയ ഇഷ്ടമായെന്നാ തോന്നണത്. നീ എന്തിനാ ഇപ്പൊ അങ്ങേരോട് ഞാനും ഗായത്രിയും തമ്മിൽ ലവ് എന്നൊക്കെ പറഞ്ഞേ? എന്താ, നിനക്ക് ലവ് ഇല്ലേ? ഇല്ലെങ്കിൽ നിനക്ക് ലവ് ഇല്ലെന്ന് പറയാ. അതല്ല, ലവ് ഉണ്ട്, പക്ഷെ ഇത്ര ദിടീന്ന് പറയണ്ടായിരുന്നു. ഞാൻ ദിടീന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ദിടീന്ന് ഗായത്രിയെ വിളിക്കാൻ വേണ്ടി പോയത്. എന്നായാലും ഇത് അങ്ങനെ അറിയണ്ടല്ലേ എന്റെ അമ്മോ. ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ നിന്നെ പെണ്ണ് കാണാൻ വന്നവരായിരിക്കട്ടെ. സ്മാർട്ടായിട്ട് വെറുതെ ഗായത്രി കണ്ടോ? ഗായത്രി ഉണ്ണിയെ ഇവർ ഒരുപാട് തല്ലി. ഒന്നുമില്ല, ഇവൻ വെറുതെ. ഗായത്രി കാണാൻ വന്ന ഞങ്ങള് നമ്മുടെ ബസ്സില് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ എങ്ങും നിന്നില്ല, തള്ളണ്ടേ വന്നില്ല. അല്ലടാ, ഗായത്രി ഇങ്ങോട്ട് പോന്നേ പിന്നെയാ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. എത്ര വിലപ്പെട്ടാന്ന്. ഞങ്ങളെയും വണ്ടിയൊക്കെ വിട്ട് പോന്നേലേ ഗായത്രിക്കും വിഷമമുണ്ടാവും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. എന്തിനാ?
എന്നെ എന്റെ അച്ഛനെയും ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? എന്റെ കല്യാണ നിശ്ചയത്തിന്റെ തലേ ദിവസം തന്നെയുള്ള ഈ വരവ് അതല്ലേ? ഗായത്രി ഗായത്രി എന്താ ഇങ്ങനെയൊക്കെ? പിന്നെ പിന്നെ എന്തിനാ വന്നേ? കുറച്ച് നാളത്തെ പരിചയമുണ്ടെന്ന് കരുതി നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങി വരുമെന്ന് കരുതിയോ? നിങ്ങളാര് ഞാനാര്? നിങ്ങൾ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലമാണ് ഞാൻ തന്ന 5 ലക്ഷത്തിന് ബാങ്ക് ഗ്യാരണ്ടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എന്നെ കാണാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇങ്ങോട്ട് വരരുത്. താൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചാ ഈ സമ്മാനം തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. കൊണ്ടുപോയിക്കോ. Get out and get lost. എല്ലാം അപ്പ പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പാവുക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ പഴയ ശത്രുവിന്റെ മകനെ ഞാൻ വരനായി സ്വീകരിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച ശേഷം ഞാൻ ജീവിച്ചു എന്ന് തോന്നിയ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതെവിടെ? ഈ മന്ത്രി ബംഗ്ലാവിലല്ല, വഴിയോരത്ത് കിടന്ന ആ പഴയ ബസ്സില് അവരോടൊപ്പമാണ്. ആ പാവങ്ങളെ ഉപദ്രവിക്കരുത്. അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ അപ്പ. ഏത് നേരത്തായി ഈശ്വര ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കാണണ്ടായിരുന്നു. എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ. കണ്ണി ചോരയില്ലാത്തോളം മുടിഞ്ഞു പോവുള്ളൂ. നമ്മളെ മനസ്സിലാക്കിയില്ല. നീ എപ്പോഴാ ഈ സമ്മാനമൊക്കെ അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? ആർക്കറിയാം. ഉണ്ണിയേട്ടന്റെ ഗായത്രി, ഉണ്ണിയേട്ടന്റെ ഗായത്രി. ഈശ്വര, നമ്മുടെ രക്ഷ കരുതിയായിരിക്കും ഗായത്രി അപ്പ അങ്ങനെ. സുന്ദര, ഇനി നമ്മുടെ രക്ഷയില്ല, അവളെ രക്ഷപ്പെടുത്തുന്ന നമ്മുടെ ലക്ഷ്യം. ஐயோ டேய் என் கீழ வாடா நொண்டிங்கோ அப்பா அடிச்சு போடுடா ராசா ஐயோ എന്താ എന്താ சார் சும்மா வந்து கலாட்ட பண்றாங்க சார் ஒண்ணும் இல்ல சாமி நான் இப்படியே டீசெண்டா வாக் பண்ணிட்டு இருக்கும்போது ഇവ വന്ന് എന്നെ പാത്ത് വഴി മാറാൻ ഞൊണ്ടിന്ന് കൂപ്പിട്ടിருக்காப்ல. എടോ പാണ്ടി, തന്നെ ഞൊണ്ടി എന്നല്ലാതെ പിന്നെ എന്തെന്ന് വിളിക്കാനാ? എന്നടാ சொன்னே? നിന്റെ അപ്പൻ ചത്തുനിന്ന്. നീ എനിക്ക് പണം തര വേണ്ടി വാ, ഉനക്ക് വായ്സ് കിടയാത്. അല്ല മുതലാളിയോട് വെള്ളമടിച്ച് വീണ. மினிஸ்டர் சந்தான வீட்டு கல்யாணத்துக்கு ஃபர்னிச்சர் கொண்டு வந்திருக்கேன். டைம் ஆகுது, சீக்கிரம் கொஞ்சம் வழி விடுங்க. മിനിസ്റ്റർ വീട്ടുക്കാ? ஆமா சார். என்ன മിനിസ്റ്റർ വീട്ടുക്ക് ഫർണിച്ചർ உள்ள இருந்து போடு. ஆமா, இந்த மூஞ்சியை நான் எங்கேயோ பார்த்திருக்கேன். இல்ல சார், நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்றேன். எங்கேயோ கேட்ட குரல். அது ரஜினிகாந்த் படம் சார். സാർ ഫർണിച്ചർ ഉള്ള പോകണം. சரி சரி, ஃபர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளியே போ. போ போ. என்னம்மா இதெல்லாம்? மாப்பிள, என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தனும் போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട. വേണ്ട. കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം. അതെ, കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണാ, ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്ന് വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. ചവിട്ടിങ്ങാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ചായ വേണ്ട, പിരിയും. എന്നാ നമുക്ക് പിരിയാം. തലയില്ലാത്ത മനുഷ്യനാ. എടോ പാണ്ടി, ഇത് പോണ്ടിച്ചേരിയാ. ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ, என்ன அது? யார் அவன்? அழுதம். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ? ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ, മാറിക്കടാ. என்னங்க இது? சால்ட் சால்ட்.
இப்படியா பரோட்டா அடிக்கிறது ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചു തരാടാ. ഫിംഗർ ചിപ്സ് റെഡിയാ? ഫിംഗർ ചിപ്സാ ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്? ഈശ്വര കള്ളുകുടിച്ച് നടക്ക മനുഷ്യന് പണി ഉണ്ടാക്കാൻ. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയ നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി നീ ഇവിടെ വന്നോ? ഒന്ന് മാറിയ ഒരു വഴിയാൻ ഞാൻ அறிவு கட்ட முண்டம் பாத்து பண்ணு. മാറിയ ഇത് വഴിയാൻ ചേട്ടാ. என்ன சம்பந்தம்? அறிவு கிட்ட முண்டோ எங்கடா பாத்து போற? எடுத்துறியாடா ராஸ்கல். ഇതിനിടയിൽ പെണ്ണുങ്ങളൊക്കെ പിടിക്കണോ? അത്തേണ്ടി വാറ അവിടെ ഊട്ടിക്ക് അതിന്റെ അപ്പനുണ്ട് അവിടെ. ഞാൻ വന്ന് വിളിച്ചോളാം. இந்த பர்னிச்சர் பார்ட்டி உள்ள போனதாக்கும். இதுவரை காணலையே. இவன்மாരെ எവിടെ போய் கிடக்கு? ஏய் இங்க என்ன பண்ணிட்டு இருக்க? ഒന്നുമില്ല സാർ, ഞാൻ அப்படியே വണ്ടി നിന്ന്. സെക്യൂരിറ്റി എല്ലാം കീഴെ ഇറക്കണം. ശരി സാർ. ഓ സെക്യൂരിറ്റി പിന്നെ കീഴെ രണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും. നീ എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലി അല്ലേ ഇത്? പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ. എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും. നീ കള്ളുകുടിച്ചിട്ടുണ്ടല്ലേ? അല്ല, ബ്രാൻഡി ബ്രാൻഡി. ഇത് അവൻ തന്നെയാണ്. മിണ്ടാതിരുന്നോ? നീ ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. അല്ല, അപ്പൊ ഈ വാതിൽ അടക്കാനല്ലേ? ആരുമില്ല ഇവിടെ. അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ ഫർണിച്ചർ പോട്ട് കുടിക്കില്ല? ശരി സാർ. വാടാ. എന്റെ കടവുളെ, ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. என்ன ഗ്യാസാ? கேஸ் எல்லாம் கீழே மேல வரக்கூடாது. ഇല്ല സാർ. என்னது? பிளஸ் பண்ணுங்க சார். உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார். கிடைச்சாச்சு கிடைச்சாச்சு. எனக்கு ப்ரொமோஷன் உറപ്പ്. കിട്ടിപ്പോയി. நீங்க எனக்கு கடவுள் மாதிரி. இனியும் பிளஸ் பண்ணுங்க சார். போடா. என்னங்க இது?
മകനെ 3 തിരുട്ട് മൂഞ്ചിയുള്ളവന്മാർ ഇന്ത പക്കം പോണത് പാത്തിയാ എന്ത പക്കം പോനാൻ ഓഹോ இந்த போலீஸ் தொப்பி நீ தலைய வச்சுக்கோன்னா ஹலோ ஓகே ப்ளஸ் பண்ணுங்க சார் Dismiss him. டிஸ்மிஸ்ல ஐயோ அப்பா மானவ போச்சு ஜோலி போச்சு எல்லாம் போச்சு ஐயோ റൈറ്റ് പ്ലീസ് എന്ത് വെയിറ്റ് പാണ്ടി അലമാരിട്ട് കുലുക്കല്ലേ சார் நாங்க புறப்படுறோம் ஒண்ணு இங்க காணோம் காயத்ரி கூப்பிடு மாப்பிள்ளை வீட்டுக்காரங்க புறப்படுறாங்க ஏய் என்னது இந்த பழைய அலமாரி பொறுத்து களையா சொல்லியாச்சு என்னது இந்த பழைய சாமானத்தை வெளியே போட சொல்லி இருக்குது அந்த அம்மா எந்த அம்மா கொச்சம்மா കുഞ്ഞമ്മ சின்னம்மா ஏன் பொண்ணா ഉണ്ണിപ്പെണ്ണ് உங்க பொண்ணு ഉണ്ണിപ്പെണ്ണ് உங்க பொண்ணுங்க ஏன் பொண்ணுதான் சொன்னாலா ஆமாங்க அப்ப எடுத்துட்டு போ காயத்ரி தான் உள்ளே இருக்குது என்னது உள்ளே வீட்டுக்கு உள்ளில் இருக்க பிடி 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 போட்டோ கிருஷ்ணா ராதா ஸ்டாச்சு மாதிரி ചുമ്മാ ഇല്ലടാ എം.ആർ. രാധ എം.എൻ. നമ്പ്യാർ ശില്പം டேய் விடுடா ஐயா எம்ஜிஆர் ஜெயலலிதா படங்க போதுமா சாத்திட்டீங்களா டேய் விடுடா മേരി എടുത്തോ നീ കൈ ഇന്ന് പോയടാ തോക്ക് തോക്ക് ഇല്ല ഞാൻ തോക്കില്ല അയ്യോ തോക്ക് ഈ തോക്ക ആരും അനങ്ങരുത് കൊല്ലും ഞാൻ എന്റെ നേരെ ചൂണ്ട എന്റെ നേരെ ചൂണ്ട ആരും അനങ്ങരുത് ഒരടി മുന്നോട്ട് വെച്ചാൽ കൊല്ലും ഞാൻ ഇവളെ அப்பா என்ன இவர் கூட விட்டுடப்பா இல்லன்னா இவர் என்ன சுட்டுடுவப்பா കേട്ടാ മൂവില്ല അമൃതാഞ്ജനം മതിയാ അയ്യോ വരരുത് എന്നെ വെറുതെ ഒരു കൊലപാതകയാക്കരുത് കൊല്ലും ഞാൻ ഇവളെ சுடுறா 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 இந்த ஊர்ல எவ்வளவு ஸ்கூல் இருந்தோம் ஒரு நல்ல ஸ்கூலா தேடி கண்டுபிடிச்சு அதுல நான் உன்னை சேர்த்தனே ஏன் நீ நல்லா வரணுங்கிறதுக்காக தான் இந்த ஊர்ல பல காலேஜ் இருந்தோம் உன்னை நம்பர் 1 காலேஜ்ல சேர்த்தனே ஏன் நீ நல்லா வளரணும்ன்றதுக்காக தான் உன்னை கட்டிக்கிறதுக்கு எத்தனை மாப்பிள்ளை இருந்தோம் நான் தேடி கண்டுபிடிச்சு ஏன் இந்த மாப்பிள்ளை கொண்டு வந்தேன் நீ நல்லா வாழணும்ன்றதுக்காக தான் அப்படி இருக்கும்போது எப்படி இதெல்லாம் சொல்லு വേണ്ട സാർ ഇനി അവളൊന്നും ചെയ്യരുത് എൻ്റെ ബസ്സിൽ ആദ്യം വന്ന് കയറിയപ്പോൾ ഒരു നാടോടിയാണെന്നേ ഞാൻ കരുതിയുള്ളൂ സ്നേഹിച്ചു പോയി മിനിസ്റ്ററുടെ മകളാന്നറിഞ്ഞപ്പോൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ പറ്റിയില്ല ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാ വന്നത് ഇവിടെ വന്നപ്പോഴാ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായത് മനഃപൂർവ്വം നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ജീവിതത്തിൽ ഒന്നും നേടാത്ത എനിക്ക് ഇവിടെങ്കിലും നേടണമെന്ന് തോന്നി എൻ്റെ ഒരു സ്വാർത്ഥത ഗായത്രി സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ടും ഇപ്പൊ ഞാൻ കാരണം എനിക്കൊന്നും വേണ്ട സാർ ഒന്നും വേണ്ട വന്നതും ചെയ്തതൊക്കെ തെറ്റ് ഞാൻ പോക്കോളാം அப்படி போனா எப்படிடா இங்க இருந்து இறங்கி ஊரெல்லாம் சுத்தி நின்ற கூட கழிஞ்ச இவள் கெட்டு போனவள் எனக்கு நல்லா தெரியும் அது தெரிஞ்ச இவளை கல்யாணம் பண்ணலாம் நினைச்சது எதுக்கு தெரியுமா எனக்கு எங்க அப்பாவுக்கும் பெரிய பெரிய ஆசைகள் இருக்கு அது நிறைவேற்றுறதுக்கு அதெல்லாம் ஒரே நிமிஷத்துல கெடுத்துலாம் நினைச்சியா ராஸ்கல் ഉണ്ണി എന്നെ വിട്ടടാ அப்பா அவரை விட்டுட சொல்லப்பா പുടുങ്ങടാ
நீங்களும் சொல்லுங்க, அவங்களை விட்டுட்டு அவன் சொல்லுங்க. பண்றது கரெக்ட் தானே? உன்னை கட்டிக்க போறவன் அவனுக்கு ஃபீலிங்ஸ் இருக்காதா? പൊറോട്ട അടിക്കണ വാലാട്ടി സാറ് നിൽക്കുമ്പോ ഗായത്രി കുട്ടിയെ തല്ലി, അതുകൊണ്ടാ. ക്ഷമിക്കണം. அப்பா அவர் போறாருப்பா, என்ன விட்டுடப்பா, நான் அவர் கூட போறேன். ப்ளீஸ் அப்பா, என்ன விட்டுடப்பா. அப்பா விட்டுடா. அப்பா ப்ளீஸ் பா, நான் அவர் கூட போறேன்ப்பா. அப்பா அவர் போறாருப்பா. அப்பா ப்ளீஸ் என்ன விட்டுடுங்க, நான் அவர் கூட போறேன்ப்பா. ப்ளீஸ் என்ன விட்டுடுங்கப்பா, நான் போறேன். என்ன விட்டுடுங்கப்பா. எனக்கு என்ன விட்டுடுங்க. அப்பா அப்பா அவர் போயிட்டாருப்பா. அவர் போயிட்டாருப்பா. அப்பா அவர் போயிட்டாரு. நீ நல்லா வரணும். എലി നിനക്ക് സന്തോഷമായല്ലേ? ഞങ്ങൾക്ക് സന്തോഷമായി.